Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon. നിങ്ങളുടെ പ്രേയർ എല്ലാം കഴിഞ്ഞിരുന്നോ? No, ma'am. Please. പ്രേയർ ചെയ്യാൻ ആരെങ്കിലുണ്ടോ? ഞാൻ ചെയ്യാം, ma'am. Okay. We pray to the source of knowledge and wisdom to bless this class so that it may be successful. Amen. മാം, ഞാൻ സെമിനാർ എടുക്കാറുണ്ടായിരുന്നു. കഴിഞ്ഞ ആഴ്ച പറഞ്ഞായിരുന്നു, ഗ്ലോബലൈസേഷൻ ഓഫ് സൊസൈറ്റി. ഓക്കെ ഓക്കെ ഐശ്വര്യ കംഫർട്ടബിള് ക്ലാസ് തുടങ്ങും മുമ്പ് എടുക്കാനാണോ ക്ലാസ് തീരുമ്പോ എടുക്കാനാണോ? അല്ല, മാമിന്റെ ഇഷ്ടം. എടുക്കുന്നത് ഐശ്വര്യല്ലേ, അപ്പൊ ഐശ്വര്യയുടെ കംഫർട്ടബിൾ. കാരണം അല്ലെങ്കിൽ പിന്നെ ഐശ്വര്യ ഇങ്ങനെ ചിന്തിച്ചോണ്ടിരിക്കുക സെമിനാർ ആണല്ലോ, അങ്ങനെ ഒരു ടെൻഷൻ ഉണ്ടോ? കഴിഞ്ഞിട്ട് ക്ലാസ് ഇല്ല, മാം അടുപ്പിച്ചോ, എന്നിട്ട് ഞാൻ പറഞ്ഞോളാം. 10 minutes ആണേ. ശരി ശരി. ടൈം കീപ്പ് ചെയ്യാന്നുള്ളതും അതിന്റെ ഒരു കാര്യമുണ്ട്. കാരണം നിങ്ങൾ ഒത്തിരി ടോപ്പിക്സ് ഒക്കെ ഇങ്ങനെ കളക്ട് ചെയ്ത് അത് കുറെയൊക്കെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരിക്കാം. പക്ഷെ നമുക്ക് 10 മിനിറ്റ്. ഐശ്വര്യ അല്ലാതെ വേറെ ആരെങ്കിലും ഉണ്ടോ? ഐശ്വര്യ മാത്രമേ ഉള്ളൂ. ആരെങ്കിലൊക്കെ സെമിനാർ എടുത്തോ ഏതെങ്കിലുമൊക്കെ ക്ലാസ്സില്? ഇല്ല. ഐശ്വര്യാണോ ഫസ്റ്റ് വൺ? അശ്വതി മാമിന്റെ ക്ലാസ്സിൽ എടുത്തായിരുന്നു. സോ നമ്മൾ 7th യൂണിറ്റ് ഞാൻ അത് ഷെയർ ചെയ്യണോ? ആർക്കോ ടെക്സ്റ്റ് ഇല്ലാന്നോ കിട്ടിയില്ലാന്നോ എന്തോ പറയണ്ടായിരുന്നല്ലോ. ഷെയർ ചെയ്യണമെങ്കിൽ പറയണേ. ഞാൻ എവിടം വരെ എന്തോ സ്ക്രീൻ ഷെയർ ചെയ്യണം. Good afternoon, Miss. ഗുഡ് ആഫ്റ്റർനൂൺ. പനിയൊക്കെ മാറിയോ അതിര? കുഴപ്പമില്ല മിസ്സേ. ഓക്കെ. ഓക്കെ, നമ്മൾ ക്വാളിറ്റി ഇൻ എഡ്യൂക്കേഷൻ ആയിരുന്നു പറഞ്ഞത്. കുറേ അതിലിങ്ങനെ കടല് പോലെ ഉണ്ടെങ്കിൽ നമുക്ക് എന്താണ് ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന്റെ ക്വാളിറ്റി എന്നുള്ളത് കൊണ്ട് ഏത് ഫാക്ടറിനെയൊക്കെ കണക്ട് ചെയ്തിരിക്കുന്നു എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞു. വി ഓൾ ആർ ഗോയിങ് ടു ബിക്കം ടീച്ചേഴ്സ്, ഫെസിലിറ്റേറ്റേഴ്സ്. നിങ്ങളും ഞാനും ഒക്കെ ഒരു ഫെസിലിറ്റേറ്റർ ആകാൻ പോകുന്ന ആൾക്കാർ തന്നെയാണ്. കുറെ പേരായി, കുറെ പേര് അതിന്റെ ജേർണിയിലാണ്. ഞാൻ ആയി എന്ന് ഞാൻ പറയില്ല, ഞാനും അതിന്റെ ജേർണിയിൽ തന്നെയാണ്. അപ്പോ നമ്മളിൽ ആണ് ഫോക്കസ് ചെയ്തിരിക്കുന്നത് ഒരു എഡ്യൂക്കേഷന്റെ ക്വാളിറ്റി എന്ന് പറയുന്നത്. നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതിനനുസരിച്ചാണ് കുട്ടികള് പ്രൊഡക്റ്റീവ് ആകുന്നത്. നോർമലൈസേഷൻ ആൻഡ് ഡീവിയേഷൻ ഓൾറെഡി നിങ്ങൾക്ക് ക്ലാസ് എടുത്തിട്ടുണ്ടായിരിക്കാം, ചിലപ്പോൾ എടുക്കാൻ പോകുന്നുണ്ടാവുമായിരിക്കാം. അതിൽ ഈ നോർമലൈസേഷൻ എന്നുള്ളത് കൊണ്ട് ഡോക്ടർ മോണ്ടിസോറി ഉദ്ദേശിച്ചത് പ്രൊഡക്റ്റീവ് എന്ന് തന്നെയാണ്. അപ്പൊ ക്വാളിറ്റി ഇൻ എഡ്യൂക്കേഷന്റെ കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞു. നമുക്കറിയാം എന്തൊരു പ്രോഡക്റ്റും മാനുഫാക്ചർ ചെയ്ത് കഴിയുമ്പോൾ അതിന്റെ ക്വാളിറ്റി ചെക്കിംഗ് എന്നൊരു പ്രോസസ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ പലപ്പോഴും ക്വാളിറ്റിയിൽ അവിടെ എവിടെയൊക്കെ എന്തെങ്കിലുമൊക്കെ അപാകതകൾ കാണും. അതാണ് ചലഞ്ചസ്, ആ ഒരു ക്വാളിറ്റി മാനേജ്മെന്റിലെ ചലഞ്ചസ് എന്ന് പറയുന്നത്. അപ്പൊ അതിനെ സോർട്ട് ഔട്ട് ചെയ്യാനായിട്ട് പിന്നെ മെത്തേഡ്സ്, ആ ഒരു പ്രോബ്ലം സോർട്ട് ഔട്ട് ചെയ്യാനുള്ള പ്ലാൻ എ പ്ലാൻ ബി എന്നൊക്കെ പറഞ്ഞ് സോർട്ട് ഔട്ട് എടുക്കും. എന്നിട്ട് അത് സോർട്ട് ഔട്ട് ചെയ്ത് നോക്കും. ഫോർ എക്സാമ്പിൾ ഒരു എന്താ പറയുക, ഒരു ഷൂ പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്ന് വിചാരിക്കുക.
അത് മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനി. അപ്പോൾ അത് ഒരു ഷൂവിനൊക്കെ ഒരു സ്റ്റാൻഡേർഡ് സൈസ് ഒക്കെ ഉണ്ടായിരിക്കുമല്ലോ, അതിനനുസരിച്ച് അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഷൂ എപ്പോഴും നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു കാര്യം, ഷൂ ഇടുമ്പോൾ ഷൂ ബൈറ്റ് ആണ് അല്ലെ. ഷൂ ബൈറ്റ് ഇല്ലാതെ രീതിയിലുള്ള മെറ്റീരിയൽസ് വെച്ചിട്ട് അവരത് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് നോക്കും. പ്രീവിയസ് പ്രൊഡക്ഷനിലെ ചലഞ്ചസ് എന്താണോ അത് ഓവർകം ചെയ്യുന്ന രീതിയിൽ പുതിയ പ്രോഡക്റ്റ് അവർ ഉണ്ടാക്കും. ഓരോ അക്കാദമിക് ഇയറും അങ്ങനെയാണ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ചെയ്യുന്നത്. കഴിഞ്ഞ അക്കാദമിക് ഇയറിൽ എന്തൊക്കെയായിരുന്നു ചലഞ്ചസ്, അല്ലെങ്കിൽ റിസൾട്ടിൽ എന്തെങ്കിലും പോരായ്മ ഉണ്ടായിട്ടുണ്ടോ, ആ ചലഞ്ചസിനെ ഓവർകം ചെയ്യാനായിട്ട് നോക്കും. അപ്പൊ അങ്ങനെ ഈ ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സിന്റെ ആ ഒരു കമ്പണൻസ്, അങ്ങനെ വരുന്ന ചലഞ്ചസിനെ ഓവർകം ചെയ്യാനായിട്ട് എന്തെല്ലാമാണ് ആ ഒരു ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് എന്നുള്ളതാണ് നെക്സ്റ്റ് വരുന്നത്. അതിനൊക്കെ ജസ്റ്റ് ചലഞ്ചസ് ഓഫ് ക്വാളിറ്റി മാനേജ്മെന്റ് എഡ്യൂക്കേഷനിൽ ചെറിയൊരു പാരഗ്രാഫ് അതിനകത്ത് എന്താ പറഞ്ഞിരിക്കുന്നത് നമുക്ക് നോക്കാം. ഇതെല്ലാം ഒരു സ്റ്റാൻഡേർഡ് ആണല്ലേ, ഒരു ഗേജ് എന്ന് പറഞ്ഞ സ്റ്റാൻഡേർഡ്. ഈ പല ചലഞ്ചസ് ക്വാളിറ്റി മാനേജ്മെന്റിൽ, എഡ്യൂക്കേഷന്റെ ക്വാളിറ്റി മാനേജ്മെന്റിൽ വരുന്നുണ്ട്. ആ ചലഞ്ചസിന് എന്തൊക്കെയാണെന്ന് നോക്കി അതിനെ റിഫൈൻ ചെയ്യാനുള്ള ടൂൾസ് ഉണ്ടാക്കുക. അതാണ് എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ചെയ്യേണ്ടത്. അത് ഏത് എഡ്യൂക്കേഷൻ കമ്മ്യൂണിറ്റി ആണെങ്കിലും, ചെറിയ ക്ലാസ് ആണെങ്കിലും വലിയ ക്ലാസ് ആണെങ്കിലും കോളേജ് തലങ്ങളാണെങ്കിലും യൂണിവേഴ്സിറ്റികളാണെങ്കിലും എന്താണെങ്കിലും, നമ്മളുടെ പുതിയ മുഖ്യമന്ത്രി അദ്ദേഹം പറയുകയുണ്ടായി, ഈ പലയിടത്തും PG കോഴ്സിലും ഡിഗ്രി കോഴ്സിലും എല്ലാം സീറ്റ് വേക്കന്റ് ആകുകയാണ്. ബ്രെയിൻ ഡ്രെയിൻ ഔട്ട് എന്നുള്ള രീതിയിലാണ് അദ്ദേഹം പറയുന്നത്. അതായത് കുട്ടികളെല്ലാം ഇവിടെ നിന്ന് വിദേശ രാജ്യങ്ങളിലേക്ക് പഠിക്കാനായിട്ട് പോകും. ഇവിടെ കോളേജുകളിലെല്ലാം സീറ്റ് ഇങ്ങനെ വേക്കന്റ് ആയിട്ട് കിടക്കും. അപ്പൊ അപ്ഗ്രേഡ് ചെയ്യണമെന്ന് അദ്ദേഹം പറഞ്ഞു. അതായത് എഡ്യൂക്കേഷണൽ ക്വാളിറ്റിയിലെ ആ ഒരു ചലഞ്ചസ് അതൊക്കെയാണ്. അപ്ഗ്രേഡ് ചെയ്യണം. ഇവിടെ പഠിച്ചിട്ട് എന്തിനാ, ആ ഒരു തോട്ടാണ് പല കുട്ടികളിലും. ഇവിടെ പഠിച്ചാൽ ഒന്നും ഉണ്ടാവാൻ പോകുന്നില്ല, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ആ ഒരു രീതിയിലുള്ള ഒരു തോട്ട്. ഫ്രൈ എറ്റ് എൽ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തെ പറ്റി പറയുന്നുണ്ട്. അദ്ദേഹം കുറെ കാര്യങ്ങളെ പറ്റി, പേപ്പർ പ്രസന്റേഷൻ, അതുപോലെ ഓതർ, അങ്ങനെ പല പോസ്റ്റുലേറ്റ്സും ഒബ്സർവേഷൻസും കൊടുത്തിരുന്ന ഒരു ആളാണ് അദ്ദേഹം. ഇവരൊരു ടീമാണ് കേട്ടോ, ഒരാൾ ഒറ്റയ്ക്കല്ല, ഒരു ടീമായിട്ടാണ് ഇങ്ങനെ പലതിനെ പറ്റിയും റിസർച്ച് ചെയ്ത് അനലൈസ് ചെയ്ത് അതിൻ്റെതായ പ്രശ്നങ്ങളും പരിഹാരങ്ങളും ഒക്കെ നിർദ്ദേശിക്കുന്നത്. അപ്പൊ അദ്ദേഹം പറഞ്ഞത് ഹൈ ക്വാളിറ്റി, ഹൈ സ്റ്റാൻഡേർഡ്, ഇതെല്ലാം പല കമ്പണൻസിനെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. ഫുൾ പേര് ലൂയിസ് വിൽഫ്രീ, അങ്ങനെ ലൂയിസ് W. ഫ്രൈ എറ്റ് എൽ, അങ്ങനെ എന്തോ ആണ് അദ്ദേഹത്തിന്റെ പേര്. അപ്പൊ ഈ അവര് പറഞ്ഞത് നല്ല ഹൈ സ്റ്റാൻഡേർഡ്, ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള പല കമ്പണൻസും വേണം, എന്നിട്ട് വേണം എഡ്യൂക്കേഷണൽ സിസ്റ്റത്തിലെ ചലഞ്ചസിനെ ഓവർകം ചെയ്യാനായിട്ട്. അപ്പൊ ഈ ഒരു കമ്പണൻസ്, നല്ലൊരു സിസ്റ്റം, നമുക്ക് എപ്പോഴും നല്ലൊരു സിസ്റ്റം ഉണ്ടാകണം. അപ്പൊ നിങ്ങളൊരു ഓൺലൈനായിട്ട് ഒരു ട്യൂഷൻ സ്റ്റാർട്ട് ചെയ്യാണെന്ന് വിചാരിച്ചു, നമുക്ക് വലിയ കോസ്റ്റ് ഒന്നും വരില്ല. ആദ്യം ആ നെറ്റ്വർക്ക് നല്ല സ്ട്രോങ് ആയിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ഓൺലൈൻ ആയിട്ടല്ലേ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഗൂഗിൾ മീറ്റിലാണെങ്കിലും സൂമിലാണെങ്കിലും നമുക്ക് അതിന് നല്ലൊരു നല്ല ബാൻഡ്വിഡ്ത്തിലുള്ള ഒരു നെറ്റ്വർക്ക് വേണം. ഡിസ്റ്റർബൻസ് ഒന്നും ഉണ്ടാകരുത് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ക്ലാസ്. പിന്നെ അത് റെക്കോർഡ് ചെയ്ത് സൂക്ഷിക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടായിരിക്കണം അല്ലെ. അപ്പൊ അങ്ങനെയുള്ള അതിന് വേണ്ടുന്ന ടൂൾസും കാര്യങ്ങളെല്ലാം നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. അത് നല്ലൊരു സിസ്റ്റമായി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നല്ലതായിട്ട് തന്നെ പോകും. ഒരു ഫ്രീ ഫ്ലോ എന്ന് തന്നെ പറയും. ആദ്യമായിട്ട് സ്കൂളിൽ വരുന്ന കുട്ടികള്, ചെറിയ കുഞ്ഞുങ്ങളെ, അവര് കുറേ ദിവസം എടുക്കും ഒന്ന് ആ ക്ലാസ്സുമായിട്ട് ഒന്ന് മേർജ് ആവാനായിട്ട്. അപ്പൊ അവർക്ക് അതിന് വേണ്ടുന്ന കാര്യങ്ങൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുമ്പോഴേക്കും അവർക്ക് ഇൻട്രസ്റ്റ് വരും. അങ്ങനെ ഒരു സിസ്റ്റം അവിടെ ഫോം ചെയ്യും. എന്ത് കാര്യമാണെങ്കിലും പുതിയതായിട്ട് തുടങ്ങുമ്പോൾ സിസ്റ്റം നന്നായിരിക്കണം, അല്ലെങ്കിൽ എന്ത് പ്രോജക്റ്റുകളാണെങ്കിലും അത് ഫെയിൽ ആയി പോകും. അപ്പൊ നല്ല ഹൈ സ്റ്റാൻഡേർഡ്, ഹൈ ക്വാളിറ്റി ഉള്ള കമ്പണൻസ് യൂസ് ചെയ്തിട്ട് വേണം നമ്മൾ ഈ സിസ്റ്റം സ്ട്രോങ് ആക്കാനായിട്ട്. അപ്പൊ അങ്ങനെ ഒരു സിസ്റ്റം വരാനായിട്ട് നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യണം, അത് പ്രൊവൈഡ് ചെയ്യുമ്പോൾ എന്തൊക്കെ പ്രോസസ് നടത്തണം, അപ്പൊ ഔട്ട്പുട്ട് ആയിട്ട് നമുക്ക് എന്ത് കിട്ടും എന്നുള്ളതാണ് താഴെ ടേബിളിൽ കൊടുത്തിരിക്കുന്നത്. അല്ലാതെ തോന്നുന്ന പോലെ എന്തെങ്കിലുമൊക്കെ ചെയ്യല്ല. നമ്മൾ കറക്റ്റ് ആയിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് പോവുകയാണെങ്കിൽ നല്ലൊരു ക്വാളിറ്റി എഡ്യൂക്കേഷൻ തന്നെയായിരിക്കും ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഉണ്ടാവുന്നത്. ഫസ്റ്റ് വൺ, ക്വാളിഫിക്കേഷൻ ഓഫ് സ്റ്റാഫ്.
നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള സ്റ്റാഫ് ആണെങ്കിൽ അവർക്ക് സബ്ജക്ട് നോളജ് നല്ലതായിരിക്കും. അതുപോലെ തന്നെ അവർക്ക് നല്ലതുപോലെ ക്ലാസ് ഹാൻഡിൽ ചെയ്യാനുള്ള കഴിവും ഉണ്ടായിരിക്കണം. ചിലർക്ക് നോളജ് ഉണ്ടാവും, പക്ഷെ വേറൊരാളിലേക്ക് പകർന്നു കൊടുക്കാനായിട്ട് പറ്റില്ല. അതുകൊണ്ടാണ് പലപ്പോഴും ടീച്ചേഴ്സിന്റെ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ ഡെമോ ക്ലാസ് എടുപ്പിക്കുന്നത്. കാരണം ആ ഒരു ടീച്ചർ ഒരു ടോപ്പിക് കൺവേ ചെയ്യുന്നത് ഏത് രീതിയിലാന്ന് നോക്കും. അത് നല്ല രീതിയിൽ നല്ല ലാംഗ്വേജ് ആണ്, നല്ല ഫ്ലുവൻസി ഉണ്ട്, നല്ല ക്ലാരിറ്റി ഉണ്ട് എന്നുണ്ടെങ്കിൽ അവർക്ക് അവരുടെ ജോലി കൊടുക്കാൻ ആ ഇൻസ്റ്റിറ്റ്യൂട്ടിന് ബുദ്ധിമുട്ടുണ്ടാവില്ല. കാരണം കുട്ടികളിലേക്ക് നല്ല രീതിയിൽ അവർക്ക് മെസ്സേജ് കൊടുക്കാനായിട്ട് പറ്റും. ചിലർക്ക് സബ്ജക്റ്റിനെ പറ്റി നോളജ് ഉണ്ടാവില്ല, എന്നാൽ അവര് എഫേർട്ട് എടുത്തത് പഠിച്ച് കുട്ടികളെ പഠിപ്പിക്കുമെങ്കിൽ അതും കുഴപ്പമില്ല. പക്ഷെ സബ്ജക്ട് നോളജ് ഇല്ലാതെ മിതമായ അറിവുമായിട്ട് ഒരിക്കലും കുട്ടികളുടെ മുന്നിൽ പോകരുത്. അങ്ങനെയുള്ള ക്വാളിഫിക്കേഷൻ ഉദ്ദേശിക്കുന്നത് ഇതൊക്കെയാണ് കേട്ടോ. സ്റ്റാഫ് നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള സ്റ്റാഫ് നല്ല രീതിയിൽ തന്നെ അവർക്ക് ആ ഒരു കരിക്കുലം ഡിസൈൻ ചെയ്യാനായിട്ട് പറ്റും. ആ ക്ലാസ് നല്ല രീതിയിൽ അവർക്ക് ഡിസൈൻ ചെയ്യാനായിട്ട് പറ്റും, മാനേജ് ചെയ്യാനായിട്ട് പറ്റും. അവൈലബിൾ അവേഴ്സും അവൈലബിൾ റിസോഴ്സും യൂസ് ചെയ്തിട്ട് അവർ ബ്യൂട്ടിഫുൾ ആയിട്ട് ക്ലാസ് കൊണ്ടുപോകും. അതാണ് പ്രോസസ് വരുന്നത്, കരിക്കുലം ഡിസൈൻ. ഇതിന്റെ എല്ലാം ഔട്ട്പുട്ട് റിസൾട്ട് എന്തായിരിക്കും? നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള സ്റ്റുഡൻസ് ആയിരിക്കും കിട്ടുന്നത്. ഇനി എഡ്യൂക്കേഷൻ എക്സ്പീരിയൻസ് ഓഫ് സ്റ്റുഡൻസ് ഇൻപുട്ട് ആയിട്ട് നമ്മൾ കൊടുക്കുന്നത്, അത് അങ്ങനെ അവർ എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ ആ ഒരു പ്രോസസ്, അവർ കടന്നു പോകുന്ന പ്രോസസ് നല്ലൊരു ലേണിംഗ് സപ്പോർട്ടുള്ള ഒരു എൻവയോൺമെന്റ് ആയിരിക്കണം. അപ്പൊ നല്ല രീതിയിൽ അവര് പല കാര്യങ്ങളും എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ അവർക്ക് പല രീതിയിലുള്ള അച്ചീവ്മെന്റ്സ് ആയിരിക്കും ഔട്ട്പുട്ടിൽ വരുന്നത്, നമ്പർ ഓർ ടൈപ്പ് ഓഫ് അവാർഡ്സ്. അതേസമയം പ്രോപ്പറായ ലേണിംഗ് സപ്പോർട്ട് ആ ഒരു പ്രോസസ്സിൽ ഇല്ലെങ്കിൽ അവര് ഒന്നും എക്സ്പീരിയൻസ് ചെയ്യുന്നില്ല. ഇപ്പോ നമ്മളുടെ ഈ PG ക്ലാസ് നിങ്ങൾക്കറിയാം, ഡിപ്ലോമയുടെ പോർഷൻസിനേക്കാളും കുറച്ചൊരു ഡ്രൈ പോലത്തെ ഒരു സബ്ജക്റ്റ് ആണ്. അപ്പൊ ഡിപ്ലോമയില് നമ്മൾ കുറെ ആക്ടിവിറ്റീസ് ആയിരുന്നു, ആക്ടിവിറ്റി ഓറിയന്റഡ് ആയിട്ട് കാര്യങ്ങൾ ചെയ്തു. അപ്പൊ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തു അല്ലെ. സാൻഡ് പേപ്പർ ലെറ്റേഴ്സ് കട്ട് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഒരുപക്ഷെ നിങ്ങൾ എല്ലാവരും എന്നെ നല്ല പോലെ പേഴ്സ് ചെയ്തിട്ടുണ്ടാവും. എന്ത് പണിയാ തന്നിരിക്കണേന്ന് വെച്ചാൽ എന്തായാലും സ്മരിച്ചിട്ടുണ്ടാവും എന്നെ നന്നായിട്ട്. പക്ഷെ വൺസ് അത് ഫുൾ ചെയ്ത് കഴിഞ്ഞ് സ്കൂളുകളിൽ കൊണ്ടുപോയി കുട്ടികളിൽ അതിന്റെ റിസൾട്ട് കണ്ടപ്പോ നല്ലൊരു ലേണിംഗ് എക്സ്പീരിയൻസ് ആ കുട്ടിക്ക് കിട്ടിയല്ലേ. അതുവരെയും എഴുതാതിരുന്ന കുട്ടിക്ക് ആ ഒരു ലേണിംഗ് സപ്പോർട്ട് കിട്ടിയപ്പോ അവൻ അതില് പുലിയായി, നല്ലപോലെ എഴുതാൻ തുടങ്ങി അല്ലെ, നല്ലപോലെ അവരത് എൻജോയ് ചെയ്യാൻ തുടങ്ങി. അതൊക്കെയാണ് ഔട്ട്പുട്ട് എന്ന് പറഞ്ഞ് കിട്ടിയത്. അപ്പൊ നമ്മള് എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് കുട്ടികൾക്ക് കൊടുത്താൽ, അത് നല്ലൊരു ലേണിംഗ് സപ്പോർട്ടോട് കൂടി നമ്മൾ ഇൻപുട്ട് ചെയ്യുന്നത് എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് ആണെങ്കിൽ അവർക്ക് ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് നിറയെ അച്ചീവ്മെന്റ്സ് കിട്ടും. അക്കാദമിക്സ് മാത്രമല്ല, നോൺ അക്കാദമിക് ഏരിയയിലും അവര് പുലികളാവും, നല്ല താരങ്ങളായിരിക്കും. അതേസമയം എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് ഒന്നുമല്ല, നിങ്ങൾ ഇങ്ങനെ കാണാതെ പഠിക്കുവാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ കോമ്പറ്റീഷന് പോകാൻ തന്നെ നിങ്ങൾ ഭയക്കും. നിങ്ങൾക്ക് അറിവില്ല, കാണാതെ പഠിച്ച കാര്യങ്ങൾ മാത്രമേ മനസ്സിലുള്ളൂ. അവിടെ അറിവെന്നുള്ളതില്ല. കുറെ കാര്യങ്ങൾ മക്കപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നു, പരിപാടി ചെയ്ത് വെച്ചിരിക്കുന്നു പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട്. അപ്പൊ എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് ആണ് എപ്പോഴും വേണ്ടത്. റേഞ്ച് ഓഫ് ലേണിംഗ് റിസോഴ്സസ്, ഈ പല രീതിയിലുള്ള ലേണിംഗ് റിസോഴ്സസ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ, ഇൻപുട്ട് ചെയ്യുമ്പോൾ കുട്ടികളുടെ അസസ്മെന്റ് ആണ് പ്രോസസ് വരുന്നത്. പല ലേണിംഗ്, ഇപ്പൊ സ്മാർട്ട് ക്ലാസ് റൂം യൂസ് ചെയ്യാം, പല ആപ്പുകൾ യൂസ് ചെയ്ത് പഠിപ്പിക്കാം, അല്ലെങ്കിൽ സ്റ്റുഡൻസിനെയും കൊണ്ട് പുറത്തു പോയിട്ട് ഒരു ട്രിപ്പ് പോലെ, ഒരു സ്റ്റഡി ട്രിപ്പോ അങ്ങനെ എന്തെങ്കിലും അങ്ങനെ പോയി അങ്ങനെയും അവരെ പഠിപ്പിക്കാം. അപ്പൊ ആ റേഞ്ച് ഓഫ് ലേണിംഗ് റിസോഴ്സസ് നമ്മൾ പല രീതിയിൽ വേരിയസ് ആയിട്ട് ഇൻപുട്ട് ചെയ്യുമ്പോൾ സ്റ്റുഡൻസിന്റെ അസസ്മെന്റ് നമുക്ക് പല രീതിയിൽ എടുക്കാം. പ്രോസസ് അതാണ്. അപ്പൊ അതിന്റെ ഔട്ട്പുട്ടായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും എത്രത്തോളം സ്റ്റുഡൻസ് കാര്യങ്ങൾ മനസ്സിലാക്കി, അവരുടെ വർക്ക് എത്രത്തോളം ഉണ്ട്. അപ്പൊ വൈവ നടത്തും, അതൊരു പ്രോസസ് ആണല്ലേ. വൈവയിലൂടെ നിങ്ങൾ എന്തൊക്കെ മെറ്റീരിയൽസ് ചെയ്തിട്ടുണ്ട്, നിങ്ങളുടെ ടീച്ചിങ് സ്കിൽ എങ്ങനെയാണ്, ഇതെല്ലാം വൈവയിലൂടെ നമുക്ക് മനസ്സിലാവും. ഇപ്പൊ 18 ബാച്ചിന് കഴിഞ്ഞു, 19 ബാച്ചിന് സ്റ്റാർട്ട് ചെയ്യുവാണ്. അപ്പൊ അങ്ങനെ ആ ഒരു ടീച്ചിങ് സ്കിൽ മനസ്സിലാവും. അതുപോലെ തന്നെ നിങ്ങൾ ചെയ്തിരിക്കുന്ന വർക്കിന്റെ അത് എത്രത്തോളം മനസ്സിലാക്കിയിട്ടാണ് അത് ചെയ്തിരിക്കുന്നത്. പിന്നെ ടീച്ചിങ് പ്രാക്ടീസിന് പോയപ്പോൾ നിങ്ങൾ അത് അപ്ലൈ ചെയ്തപ്പോൾ നിങ്ങൾ ഒബ്സർവ് ചെയ്ത കാര്യങ്ങൾ, ഇതൊക്കെ അസസ്മെന്റുകളാണ്.
വൈവ പേടിപ്പിക്കാനൊന്നുമില്ലതല്ല, അതൊക്കെ അസസ്മെന്റുകളാണ്. അപ്പൊ നമ്മള് ആ ഒരു ഓരോ സെഷനിലും കുട്ടികളുടെ പെർഫോമൻസ് വെച്ചിട്ട് അതിന് സ്കോർ ഇടും. എനിക്കിപ്പോ വൈവ നടത്താൻ പേടിയാ. കാരണം വെച്ചാൽ വൈവയുടെ പേരിൽ വഴക്കുണ്ടാക്കാൻ വരുമോ എന്നുള്ളതാണ് എന്റെ ടെൻഷൻ. ഇത്രയും ബാച്ചിന് ഇടയ്ക്ക് എനിക്ക് അങ്ങനെ ഒരു പ്രശ്നം വന്നിട്ടില്ലായിരുന്നു. പക്ഷെ ലാസ്റ്റ് പ്രീവിയസ് ബാച്ചിൽ എനിക്ക് ഭയങ്കര സിവിയർ ആയിട്ടൊരു അനുഭവം ഉണ്ടായി. ഞാൻ പെർഫോമൻസ് നോക്കിയിട്ടാണ് മാർക്ക് ഇട്ടത്. ബട്ട് ഫോർ മീ ഇറ്റ് ഇസ് എ ഗുഡ് മാർക്ക്. പക്ഷെ ആ കുട്ടിക്ക് അത് ഭയങ്കര ഫീൽ ചെയ്തു. ഷീസ് ടെല്ലിങ് ലൈക്ക് ഐ എം ജസ്റ്റ് ലൈക്ക് എനിത്തിങ് ഐ ഹാഡ് ഡൺ സോ മച്ച് തിങ്സ് ഫോർ ദ ക്ലാസ്. ക്ലാസ്സിന് വേണ്ടി പലതും ചെയ്തു എന്ന് പറഞ്ഞ് നമുക്ക് മാർക്ക് കൊടുക്കാൻ പറ്റില്ലല്ലോ. അവരുടെ ആ പെർഫോമൻസ് നോക്കിയിട്ടല്ലേ മാർക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. മേ ബി ചില കുട്ടികളുടെ കേസസ് ഉണ്ട്, അവർ നല്ല പോലെ പ്രിപ്പയർ ചെയ്ത് വരും. ടെൻഷൻ കാരണം ചിലപ്പോ ഉദ്ദേശമൊന്നും അവർക്ക് പറയാൻ പറ്റിയിട്ടുണ്ടാവില്ല. നമ്മൾക്ക് വൈവ ഒരു ടെൻഷൻ അടിക്കേണ്ട ഒരു കാര്യമല്ല. നിങ്ങൾ എന്താണോ ചെയ്തിട്ടുള്ളത് അത് നല്ല രീതിയിൽ പെർഫോം ചെയ്യും. ട്രൂ ടു യുവർ സെൽഫ്. പിന്നെ നമ്മളും തമ്മിലുള്ള ഒരു ട്രസ്റ്റ് ആണ്. അല്ലാതെ ചെയ്യാത്ത കാര്യം ചെയ്തു എന്നും അങ്ങനെയൊന്നും പറയരുത്. ട്രൂ ടു യുവർ സെൽഫ്. പക്ഷെ എല്ലാരും തന്നെ വളരെ ഓണസ്റ്റ് ആയിട്ടാട്ടോ വൈവയിൽ പങ്കെടുക്കുന്നത്. ഞാൻ ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്തിട്ടില്ല എന്ന് തന്നെ വളരെ ധൈര്യമായിട്ട് തന്നെ അവർ പറയുന്നു. പ്രസ്പക്ഷതവും. ഓക്കെ. പിന്നെ PG-ക്കാർ മാത്രമേ ഉള്ളൂ 19 ബാച്ചിൽ. എന്നാലും ജസ്റ്റ് ഒന്ന് ക്ലാസ്സിൽ പറയുക, വൈവ അറ്റൻഡ് ചെയ്യാൻ പറ്റാത്ത ജെനുവിൻ ആയിട്ടുള്ള എന്തെങ്കിലും റീസൺ ആണ്, അങ്ങനത്തെ ഒരു സാഹചര്യത്തിലാണ് നിങ്ങളെങ്കിൽ പ്ലീസ് ഇൻഫോം. അതൊന്ന് ഇൻഫോം ചെയ്യാം. അല്ലാതെ വൈവയ്ക്ക് കയറാതിരിക്കരുത്. കാരണം ആ ഒരു ടീച്ചർ 10 മിനിറ്റ് വന്ന് നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യും. ഞാൻ ജോയിൻ ആകുന്നില്ല, എനിക്ക് ഇന്ന പ്രശ്നമാണ്, എന്നെ കൊണ്ട് പറ്റില്ല എന്നുള്ളതാണെങ്കിൽ ആ നേരത്തെ ഇൻഫോം ചെയ്ത് കഴിഞ്ഞാൽ ആ ടീച്ചർ നമുക്ക് ഇൻഫോം ചെയ്യാം. ടീച്ചർ ആ സമയം അതിനു വേണ്ടി സ്പെൻഡ് ചെയ്യില്ല. ഓക്കെ. ഞാൻ എല്ലാവർക്കും സമയം വിലപ്പെട്ടതാണ്. അപ്പൊ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം. ക്ലാസ്സിലെ മറ്റുള്ളവരോട് പറയുക. കാരണം ഞാൻ വൈവയുടെ ഇൻസ്ട്രക്ഷൻ പറയാൻ വിട്ടുപോയോ എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട് 19 ബാച്ച്. ഓക്കെ. അപ്പൊ ഇതൊക്കെ അപ്പൊ മനസ്സിലായില്ലേ? നമ്മള് സ്റ്റാൻഡേർഡൈസ്ഡ് ആയിട്ടുള്ള ടൂൾസ് അല്ലെങ്കിൽ ഇൻഡിക്കേറ്റേഴ്സ് യൂസ് ചെയ്ത് നമുക്ക് നല്ലൊരു ഔട്ട്കം ഉണ്ടാക്കാം എന്നുള്ളതാണ്. അപ്പൊ അവൈലബിൾ റിസോഴ്സസും അവൈലബിൾ അവേഴ്സും യൂസ് ചെയ്തിട്ട് നല്ലൊരു റിസൾട്ട് നമ്മൾ വർക്ക് ചെയ്യുന്നത് ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം ആണെങ്കിലും അല്ലെങ്കിൽ ഒരു എന്താ പറയാ ഒരു ഓഫ്ലൈൻ ആയിട്ട് നിങ്ങൾ എവിടെയെങ്കിലും പഠിപ്പിക്കാൻ പോവുകയാണോ, വീട്ടിൽ ട്യൂഷൻ എടുക്കുവാണോ, എന്ത് തന്നെയാണെങ്കിലും മാക്സിമം അതിന് നല്ലൊരു ഔട്ട്കം കിട്ടാനായിട്ട് ശ്രമിക്കുക. കഴിഞ്ഞ ദിവസം എനിക്കൊരു ഓൺലൈൻ ട്യൂഷൻ എടുക്കുന്ന ഒരു ആപ്പൊന്നുമില്ല, ജസ്റ്റ് അവർ ഗൂഗിൾ മീറ്റിന് ഓൺലൈനായിട്ട് കുട്ടികൾക്ക് ട്യൂഷൻ കൊടുക്കുന്നു. തൊടുപുഴയുള്ളത് MBS ട്യൂഷൻ ഓൺലൈൻ ട്യൂഷനോ അങ്ങനെ എന്തോ പറഞ്ഞിട്ടാണ്. അപ്പോ അവര് എന്നെ ഇൻവൈറ്റ് ചെയ്തു. വേറെ ഒന്നിനുമല്ല, അവര് അവിടെ പാരന്റ്സിന്റെ ഭയങ്കര ഒരു കൺസേൺ, കുട്ടികൾ ഭയങ്കരമായിട്ട് മൊബൈൽ അഡിക്ഷൻ. അപ്പോ എന്നോടൊന്ന് അവർക്ക് വേണ്ടിയിട്ടൊരു സെഷൻ എടുക്കാമോ എന്ന് ചോദിച്ചു. ഓൺലൈൻ ആണ്, ഗൂഗിൾ മീറ്റിൽ, സൺഡേ ആണ്. അപ്പൊ നമ്മളെപ്പോഴും നമ്മളെ ബ്രാൻഡ് ചെയ്യണം, നമ്മുടെ വില ഒട്ടും കുറച്ച് കാണിക്കണം. ഞാൻ എൻ്റെ ഒരു ഫീസ് അവരോട് പറഞ്ഞു, ഇഫ് യു ആർ കംഫർട്ടബിൾ നമുക്ക് ആ ഫീസിൽ ചെയ്യാനുള്ളൂ. നമ്മൾ വെറുതെ കാര്യം നല്ലൊരു കാര്യമാണ്, അവര് കുട്ടികളുടെ ഫീസ് വാങ്ങുന്നവരാണല്ലോ. അപ്പൊ നമ്മൾ ഫ്രീ ആയിട്ടൊന്നും കൊടുക്കേണ്ട കാര്യമില്ല. അതെപ്പോഴും ശ്രദ്ധിക്കുക കേട്ടോ. കാരണം അവർ ഓൾറെഡി കുട്ടികളുടെ ഫീസ് വാങ്ങുന്നു. എൻ്റെ ഒരു സ്റ്റുഡന്റ് വഴി, ആ സ്റ്റുഡന്റ് ആണ് എന്നെ റെഫർ ചെയ്തത്. അങ്ങനെ ഇതായിരുന്നു അവര് പോസ്റ്ററൊക്കെ അവർ തന്നെയാണ് ഡിസൈൻ ചെയ്തത്. അവരുടെ ടൈറ്റിൽ ഇതാണ് കൊടുത്തത്, ഡിജിറ്റൽ വേൾഡ് അനുഗ്രഹമോ വെല്ലുവിളിയോ, അതായിരുന്നു ടൈറ്റിൽ. എനിക്കാകെ സംശയം, ഈ കുട്ടികൾ ഈ ടൈറ്റിൽ കണ്ടുകൊണ്ട് കയറാതിരിക്കുമോ, മൊബൈൽ എടുക്കരുതെന്നൊക്കെ പറയാൻ വേണ്ടി, ഉപദേശം തരാൻ വേണ്ടി ആരോ വരികയാണെന്നുള്ള ആ ഒരു ധാരണയാണല്ലോ അവർക്ക്. അപ്പൊ അങ്ങനെ ഞാനിത് എങ്ങനെ ഇവർക്ക് ഈ ഒരു സെഷൻ കൊടുക്കും എന്നുള്ളത് ഞാൻ ആലോചിക്കുക. കാരണം നമുക്കൊരിക്കലും കുട്ടിയുടെ അടുത്ത് നിന്ന് മൊബൈൽ പിടിച്ചു വാങ്ങാൻ പറ്റില്ല. നമുക്കത് അവരെ നിയന്ത്രിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര പാടായിരിക്കും. കാരണം അവർ ഓൾറെഡി അവർക്ക് ഇതിനേക്കാൾ താല്പര്യമുള്ള എന്തെങ്കിലും പ്രൊവൈഡ് ചെയ്താലാണ് അവർ ഈ സാധനം മാറ്റി വെക്കുള്ളൂ, ഈ മൊബൈൽ മാറ്റി വെക്കുള്ളൂ. അപ്പൊ അങ്ങനെ എന്ത് ചെയ്യും എന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെ ഇരിക്കുക. അപ്പൊ ഹൈസ്കൂൾ കുട്ടികളും ആണ് കൂടുതലുള്ളത് എന്നൊക്കെ പറഞ്ഞോട്. ഇപ്പൊ 10th പ്ലസ് 2 പഠിക്കുന്ന കുട്ടികളൊക്കെ ഭയങ്കരമായിട്ട് മൊബൈൽ അഡിക്ഷൻ ആയിട്ട് ഇങ്ങനെ ഇരിക്കുവന്നു. അപ്പൊ അങ്ങനെ ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യേ, പാരന്റ്സിനോടും കൂടെ ജോയിൻ ആവാൻ പറയണമെന്ന് പറഞ്ഞു. ലാസ്റ്റ് എനിക്കൊരു 10 to 20 മിനിറ്റ്സ് പാരന്റ്സിനോട് സംസാരിക്കണം തനിച്ച്. കുട്ടിയുടെ കൂടെ ആദ്യം തന്നെ പാരന്റ്സും ഇരുന്നോട്ടെ എന്ന് പറഞ്ഞു. ഞങ്ങൾ 1 hour ആണ് പ്ലാൻ ചെയ്തത്. അങ്ങനെ ഗൂഗിൾ മീറ്റില്
സ്റ്റാർട്ട് ചെയ്യുവാണ്, അത് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുവാണ് കേട്ടോ. ഞാൻ മൊത്തത്തിൽ ബ്ലാങ്കാ, എന്ത് പറയണമെന്ന് എനിക്ക് അറിയാണ്ട് ഞാൻ ഈ ഇരിക്കുക. ബ്ലാങ്ക് ആയിട്ടാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് എനിക്ക് പ്രിപ്പയർ ചെയ്യാനൊന്നും തോന്നുന്നില്ലായിരുന്നു. കാരണം കുട്ടികൾക്ക് അതിലും നല്ലൊരു കാര്യം കൊടുക്കാനായിട്ട് ആ ഒരു 1 hour എനിക്ക് പറ്റില്ല. ആക്ടിവിറ്റീസ് കൊടുത്താൽ മാത്രമാണ് അവർ ആ ഡിജിറ്റൽ വേൾഡിൽ നിന്ന് മാറി നിൽക്കുള്ളൂ. അപ്പൊ 1 hour അവരെന്നോട് 1 hour മതി, 40 minutes to 1 hour അത്രേ പറഞ്ഞത്. 1 hour ഇവരെ പിടിച്ചെടുത്താൻ എന്ത് ചെയ്യുന്നത് എനിക്ക് അറിയില്ല. പിന്നെ ഇന്ററാക്റ്റീവ് സെഷൻ ആണ് കേട്ടോ വെച്ചത്. അവര് ഭയങ്കര ഇൻട്രോയും വെൽക്കും ഒക്കെ, മുഖ്യ പ്രഭാഷക എന്നൊക്കെ പറഞ്ഞു വന്നപ്പോ ഞാൻ കുട്ടികളോട് സംസാരിച്ചു. ഞാൻ അങ്ങനെ മുഖ്യ പ്രഭാഷകയൊന്നുമല്ല, എനിക്ക് കുട്ടികളുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യാൻ വളരെ ഇഷ്ടമാണ്. ഇന്ന് എനിക്ക് നിങ്ങളുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യാനുള്ള ഭാഗ്യമാണ് കിട്ടിയിരിക്കുന്നത്. അപ്പൊ അതൊരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെയാണ് കിട്ടിയിരിക്കുന്നത്. സോ ഈ മൊമെന്റില് എനിക്ക് ഡിജിറ്റൽ വേൾഡ് അനുഗ്രഹമാണ്, വെല്ലുവിളിയല്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്കും അവരങ്ങ് കണക്റ്റഡ് ആയി, കുട്ടികൾ എന്നോട് ഭയങ്കരമായിട്ട് കണക്റ്റഡ് ആയി. അങ്ങനെ പിന്നെ അങ്ങനെ സംസാരിച്ച് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ശരിക്കും ഈ മൊബൈൽ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ബോഡിയിലൊരു ഹോർമോൺ ഉണ്ട്, ബ്രെയിൻ സിഗ്നൽ എന്നാ പറയുന്നത്, ഡോപ്പമിൻ. നിങ്ങൾക്കറിയാമോ അത്? ഡോപ്പമിനെ കുറിച്ച് കേട്ടിട്ടോ? പ്ലഷർ തരുന്നൊരു ഹോർമോണാണ് ഡോപ്പമിൻ എന്ന് പറയുന്നത്. അത് മാത്രല്ല, നമ്മുടെ ബോഡിയുടെ മൂവ്മെന്റ്, മസിൽസിന്റെ മൂവ്മെന്റിനെ ഡോപ്പമിൻ വേണം. നമ്മുടെ ബോഡിയിലെ പ്രഷർ കൺട്രോൾ ചെയ്യാൻ ഡോപ്പമിൻ വേണം. കിഡ്നി ഫങ്ഷൻ പ്രോപ്പറായി നടക്കാൻ ഡോപ്പമിൻ വേണം. നമ്മുടെ ഡൈജഷൻ പ്രോപ്പറായി നടക്കാൻ ഡോപ്പമിൻ വേണം. ഡോപ്പമിൻ ഒരു ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ്, ഒരു ബ്രെയിൻ സിഗ്നൽ ആണ്. കുട്ടികൾക്കൊക്കെ പറഞ്ഞു കൊടുക്കാം കേട്ടോ, ബ്രെയിൻ സിഗ്നൽ ആണ്. അതായത് അപ്പൊ നമ്മുടെ മൂഡ് സ്റ്റെബിലൈസ് ചെയ്യുന്നതും ഈ ഡോപ്പമിൻ ബ്രെയിൻ സിഗ്നൽ ആണല്ലോ. മൂഡ് സ്റ്റെബിലൈസ് ചെയ്യുന്നതും ഡോപ്പമിൻ. നമ്മളെല്ലാരും, ഞാൻ ഉൾപ്പെടെ, യൂട്യൂബില് എന്തെങ്കിലും ഒരു റെസിപ്പി നോക്കുന്ന ആൾക്കാരായിരിക്കും അല്ലെ. ഞാനിപ്പോ ഇന്നിപ്പോ ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കുന്ന ഒരു റെസിപ്പി നോക്കിയിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം ഞാൻ യൂട്യൂബ് ഓൺ ചെയ്യുമ്പോൾ എനിക്ക് പിന്നെ വരുന്നത് മുഴുവൻ അറിയാം ചിക്കൻ റോസ്റ്റ്. കാരണം എന്നെ ഇങ്ങനെ കൊളുത്തി വലിക്കാനായിട്ട് ഈ ഡിജിറ്റൽ വേൾഡ് ഒരു വല നെയ്തിങ്ങനെ ഇരിക്കുക. ഞാൻ വീണ്ടും വലിക്ക് വീഴാൻ വേണ്ടിയിട്ട്. അപ്പൊ അതാണ് ശരിക്കും സംഭവിക്കുന്നത്. ഏയും അത് തന്നെയല്ലേ, നമ്മൾ എന്താണോ ചോദിക്കുന്നത് പിന്നെ കിട്ടുന്നത് മുഴുവൻ അങ്ങനെയാണ്. നമ്മൾ ഏതെങ്കിലും ഒരു മ്യൂസിക്കൽ ആപ്പ് എടുത്ത് നോക്കൂ, നമുക്ക് ഒരു ദിവസം കുറച്ച് പാട്ട് കേൾക്കണം, അന്നത്തെ ദിവസം റൊമാൻറ്റിക് സോങ് കേൾക്കാനാണ് നമുക്ക് താല്പര്യം വിചാരിച്ചു. നമ്മൾ അത് സെർച്ച് ചെയ്ത് നമ്മൾ കേൾക്കുന്നു, കേട്ട് നമുക്ക് മതിയാകുമ്പോൾ നമ്മൾ നിർത്തുന്നു. പിറ്റേ ദിവസം ആപ്പ് ഓൺ ചെയ്താൽ നമുക്ക് അന്ന് ചിലപ്പോൾ ഭക്തിഗാനം കേൾക്കാനായിരിക്കും താല്പര്യം. ഓൺ ചെയ്യുമ്പോൾ വരുന്ന നോട്ടിഫിക്കേഷൻസ് കംപ്ലീറ്റ് ഈ റൊമാൻറ്റിക് സോങ് ആയിരിക്കും, നമ്മൾ ആവശ്യപ്പെട്ടിട്ടാണ്. അപ്പൊ അവിടെ നമ്മളെ കൺട്രോൾ ചെയ്യാൻ തുടങ്ങുവാണ് ഡിജിറ്റൽ വേൾഡ്. അപ്പോ ഈ ഡോപ്പമിൻ ഓവർ യൂസേജ്, ഡോപ്പമിൻ ശരിയായ രീതിയിൽ പ്രവർത്തിക്കാതെ വരും. ഓവർ യൂസേജ് ഓഫ് സ്ക്രീൻ അഡിക്ഷൻ ലോ ഡോപ്പമിൻ ആണ്. ലോ ഡോപ്പമിൻ എന്ന് പറഞ്ഞാൽ നമുക്ക് മൂവ്മെന്റ് ശരിയാവില്ല, നമ്മൾ ഫോക്കസ് കുറയും. നമ്മൾ ഇത്രയും അറ്റൻഷൻ സ്പാൻ ഉണ്ടായിരുന്ന നമ്മുടെ അറ്റൻഷൻ സ്പാൻ ചുരുങ്ങും. 5 minute വീഡിയോ കണ്ട കുട്ടി ഷോർട്സിലേക്ക് പോകും, റീൽസിലേക്ക് പോകും, അത് തന്നെ മുഴുവൻ കാണില്ല. അതിൽ തന്നെ അറ്റൻഷൻ സ്പാൻ കുറയും, ഫോക്കസ് കുറയും. അപ്പൊ പിന്നെ പഠിക്കണ ഭക്ഷണം കഴിക്കുന്നതിലോ അവിടെയും ഫോക്കസ് ഇല്ല, അറ്റൻഷൻ സ്പാൻ ഇല്ല. അങ്ങനെ ഒന്നിലും അവർക്ക് ശ്രദ്ധയില്ലാതെ വരുന്നു. അതുവരെയും അവർ എൻജോയ് ചെയ്തിരുന്ന റീഡിങ് അത് പോയി, അതുവരെ അവർ എൻജോയ് ചെയ്തിരുന്ന ഡാൻസ് അതും പോയി, അതുവരെ അവര് നല്ലപോലെ ചെയ്തിരുന്ന മ്യൂസിക്, പാട്ട് പാടുന്നു അതും പോയി. അപ്പോ ബ്രെയിൻ പിന്നെ ഡിമാൻഡ് ചെയ്യുക ഈ സാധനം എടുക്കാൻ വേണ്ടിയിട്ട്. അത് ലഹരി ഉപയോഗിക്കുന്നവരിലും അങ്ങനെ തന്നെയാണ്. നമുക്കതൊരു നിമിഷത്തേക്കുള്ള ഒരു പ്ലഷർ, ഒരു ട്രിഗർ കിട്ടുക, പിന്നെ ബ്രെയിൻ അത് ആവശ്യപ്പെട്ടുകൊണ്ടേയിരിക്കും. അങ്ങനെയാണ് അഡിക്ഷനിലേക്ക് പോകുന്നത്. ആലോചിച്ച് നോക്കുന്നു, നമ്മളെ ആരെങ്കിലും കൺട്രോൾ ചെയ്യാൻ വന്നത് നമുക്ക് ഇഷ്ടാവില്ല. അപ്പൊ നമുക്ക് സെൽഫ് കൺട്രോൾ, എന്നെ കൺട്രോൾ ചെയ്യേണ്ടത് ഞാൻ തന്നെയായിരിക്കണം. എന്റെ ആക്ഷൻസും എന്റെ തോട്ട്സും കൺട്രോൾ ചെയ്യേണ്ടത് ഞാനാ, പുറത്തുനിന്ന് ഒരാൾ വന്ന് കൺട്രോൾ ചെയ്യരുത്. ഓക്കെ, കാരണം അത് നമ്മൾ തന്നെ ചെയ്യണം, സെൽഫായിട്ട് തന്നെ ചെയ്യണം. അപ്പോ നമ്മളുടെ ബ്രെയിൻ നമ്മൾ ചിന്തിക്കാത്ത രീതിയിൽ നമ്മളെ കൺട്രോൾ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് പോയി. അപ്പൊ അതിലൊരു കുട്ടി ജോയിൻ ആയില്ല എന്ന് പറഞ്ഞു, അത് സിവിയർ ആയിരുന്നു. ടീച്ചർ എന്നോട് ഷെയർ ചെയ്തു. അതായത് ആ കുട്ടി റൂമിൽ നിന്ന് പുറത്തിറങ്ങില്ല, ഫുൾ ടൈം ഫോണിലാണ്, ഭക്ഷണമില്ല, കുളിക്കില്ല, അങ്ങനത്തെ അവസ്ഥ. ട്രീറ്റ്മെന്റ് വേണം. ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സിവിയർ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് അല്ല, ആ കുട്ടിക്ക് സ്റ്റാർട്ട് ചെയ്യണം, സീരിയസ് ആയിട്ട് തന്നെ. ഞാൻ ഇതുപോലെ തന്നെ ഒരു 30+ ഉള്ള ഒരാളെ എനിക്കറിയായിരുന്നു. ആ വ്യക്തിയുടെ അച്ഛനും അമ്മയും, ആള് നല്ല പഠിക്കാനൊക്കെ മിടുക്കനായിരുന്നു. അച്ഛനും അമ്മയൊക്കെ ആളുടെ മൊബൈൽ അഡിക്ഷൻ കാരണം അവർ എന്ത് ചെയ്യണം, അച്ഛനും അമ്മയും ടീച്ചേഴ്സ് എന്തോയാണ്,
അപ്പൊ ഈ കുട്ടിയുടെ റൂമിലേക്ക് ഞങ്ങളുടെ സാറ് ഇതിന്റെ ഇന്റർവെൻഷൻ നടത്താനായിട്ട് സാറ് ചെന്നപ്പോ നമുക്ക് ആ റൂമിൽ കയറാൻ പറ്റില്ല. അത്രയ്ക്കും മുഷിഞ്ഞൊരു റൂം. പക്ഷെ ഇയാള് കുളിക്കാറില്ല, ഫുള്ള് താടിയൊക്കെ വളർന്ന് കുളിക്കാറില്ല. അതുപോലെ തന്നെ റൂമിലെ ബെഡ്ഷീറ്റ്സ് മാറ്റോ റൂം വൃത്തിയാക്കും ഒന്നുമില്ല. ആരെയും റൂമിലേക്ക് കടത്തില്ല. ടോയ്ലറ്റിനകത്തേക്ക് നമുക്ക് കടക്കാനേ പറ്റില്ല, അത്രയ്ക്ക് മോശമായ അവസ്ഥ. അപ്പൊ ഇതിലേക്ക് നമ്മുടെ കുട്ടികളെ പോകാതിരിക്കാനായിട്ട് നമുക്ക് അവർക്ക് നല്ലൊരു സ്കിൽസ് അവർക്ക് പ്രൊവൈഡ് ചെയ്യണം. പിന്നെ ഞാൻ പാരന്റ്സിനെ ഇരുത്തി കുട്ടികളോട് പൊക്കോളാനായിട്ട് പറഞ്ഞു. അമ്മയ്ക്ക് ഒരു ഉമ്മയൊക്കെ കൊടുത്തിട്ട് പൊക്കോളാം, അല്ലെങ്കിൽ പാരന്റ്സിനോട് നമ്മൾക്കും ആ ഒരു ഇതിലേക്കൊരു അട്രാക്ഷൻ ഉണ്ട്, അഡിക്ഷൻ ഉണ്ട്. അപ്പോൾ ഞാൻ അവരോട് ഡിജിറ്റൽ ഡീക്ലട്ടറിങ്ങോ അല്ലെങ്കിൽ ഡിജിറ്റൽ ഡീടോക്സോ ഡിജിറ്റൽ ഡ്രൈ മൊമെന്റ്സ്, ഡ്രൈ ഡേ ഒന്നും പറ്റില്ലായിരിക്കും ആദ്യമൊക്കെ, കുറച്ച് സമയം 10 മിനിറ്റെങ്കിൽ 10 മിനിറ്റ് മാറ്റി വെക്കുക, ഫാമിലി ഒരുമിച്ച് ടൈം സ്പെൻഡ് ചെയ്യുക. 10 മിനിറ്റ് ഞങ്ങൾ ഇത് മാറ്റി വെച്ചല്ലോ, അത് സെലിബ്രേറ്റ് ചെയ്യുക. ഒരു ഐസ്ക്രീം കഴിക്കുക, ഒരു പായസം വെക്കുക. 10 മിനിറ്റ് എന്നുള്ളത് അരമണിക്കൂറാക്കുക, 1 മണിക്കൂറാക്കുക. കൂടുതൽ സമയമാണെങ്കിൽ ആ സമയത്ത് നിങ്ങൾ പാർക്കിൽ പോവുക, ബീച്ചിൽ പോവുക, സിനിമയ്ക്ക് പോവുക, അങ്ങനെ സെലിബ്രേറ്റ് ചെയ്യുക. ഇത്രയും സമയം ഈ ഒരു മൊബൈൽ മാറ്റി വെച്ചേനെ. പണ്ടൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ലോഡ് ഷെഡിങ് വരുമ്പോൾ അത് എല്ലാവരും ടിവിയുടെ മുമ്പിലായിരിക്കും. പവർ കട്ട് വരുമ്പോൾ എല്ലാവരും കൂടെ ഇരുന്ന് വർത്താനം പറയണത് ആ സമയമായിരുന്നു. അതിൽ നിന്ന് മാറിയപ്പോ ഒരു വീട്ടിൽ 5 പേരുണ്ടെങ്കിൽ 10 ഫോൺ ഉണ്ടാവും ആ വീട്ടിൽ. ആ ഒരു അവസ്ഥയിലേക്ക് മാറിയിരിക്കുന്നു. എല്ലാവരും ഓരോ മൂലയിലിരുന്ന് ഈ സ്ക്രോൾ ചെയ്യുന്ന പണിയാണ്. ഇത് സ്ക്രോൾ ചെയ്യുമ്പോൾ നെക്സ്റ്റ് എന്തായിരിക്കും, നല്ലതായിരിക്കുമോ എന്നുള്ള രീതിയിൽ നമ്മളിങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കും. 10 മിനിറ്റിന് വേണ്ടി എടുത്ത ഫോൺ 2 മണിക്കൂറൊക്കെ ആവും. അതൊക്കെയാണ് ഒരവസ്ഥ വരുന്നത്. അപ്പോൾ മാക്സിമം നമ്മുടെ വീട്ടിലെ കുട്ടികളെ, പുറത്തുള്ള കുട്ടികളെ എല്ലാരെയും നോക്കുക. കൊച്ചു കുട്ടികൾക്ക് ഫോൺ കൊടുക്കുന്നത്, കാരണം നമുക്കറിയാം കോവിഡ് സമയത്ത് ആ 2 വർഷത്തെ കുട്ടികൾ അവരാണ് അഡിക്റ്റഡ് ആയത്. അല്ലാതെ അതിനുശേഷം വന്ന കുഞ്ഞു ബേബീസ് ഒക്കെ എങ്ങനെ അഡിക്റ്റഡ് ആയത്? അതൊക്കെ അത് നമുക്ക് ഒഴിവാക്കാമായിരുന്ന കാര്യമായിരുന്നു. പക്ഷെ അതിനുശേഷം എനിക്കൊന്ന് ആ കോവിഡ് സമയത്തെ പിള്ളേര് പിന്നെ അതിന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വന്നിട്ടുണ്ടാകാം. അവര് പല പല കോഴ്സുകൾക്കൊക്കെ പഠിക്കാനൊക്കെ പോയി പല പല മേഖലയിലായി. അതേസമയം ഇത് ഈ കുഞ്ഞ് ജനിച്ചു വരുന്ന കുഞ്ഞു കുട്ടികൾ എങ്ങനെയാണ് ഇതിന് അഡിക്ഷൻ ആകുന്നത്? കാരണം പാരന്റ്സ് ഇനി അതൊക്കെ ഒന്ന് അവെയർ ചെയ്യും. നമുക്കിവിടെ ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷനിൽ അതിന്റെ ചലഞ്ചൊക്കെ ശരിക്കും ഈ ഒരു ഡിജിറ്റൽ വേൾഡ് തന്നെയാണ്. അവരുടെ ടോപ്പിക് അനുഗ്രഹമോ വെല്ലുവിളിയോ എന്നുള്ളതില് നമുക്ക് ഇതിനകത്ത് സ്റ്റാൻഡേർഡൈസ്ഡ് ടൂൾസ് ഒക്കെ നമുക്ക് ഡിജിറ്റൽ ഇതിന് കിട്ടും. എഐയുടെ നല്ല ടൂൾസ് ഉണ്ടാകും. പക്ഷെ ശരിയായ രീതിയിൽ ഇത് ഉപയോഗിക്കാൻ കഴിയുക എന്നുള്ളതാണ്. അല്ലാതെ ഇത് വേണ്ടാന്ന് വെക്കുക എന്നുള്ളതല്ല. ശരിയായ രീതിയിൽ ബോധപൂർവം ഉപയോഗിക്കാൻ പറ്റും. നമ്മുടെ ബോധം, നമ്മുടെ സെൻസ് വേറൊരാൾ കൺട്രോൾ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അത് ബോധപൂർവമുള്ള ഉപയോഗമല്ല. ആ ഒരു രീതിയിൽ ഇത് നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കണം. നമുക്ക് വരുന്ന ചലഞ്ചസിനെ ഓവർകം ചെയ്യാനായിട്ട് എന്താ പറയാ, സ്റ്റാൻഡേർഡൈസ്ഡ് ആയിട്ടുള്ള സിസ്റ്റവും സ്റ്റാൻഡേർഡൈസ്ഡ് ആയിട്ടുള്ള ടൂൾസും യൂസ് ചെയ്യും. അതിനുള്ള നമ്മൾ ഇൻപുട്ട് ചെയ്യേണ്ട കാര്യങ്ങളും ആ ഒരു പ്രോസസ്സിലേക്ക് കടക്കേണ്ടതും നമുക്ക് അതിന്റെ ഔട്ട്കം ആയിട്ട് വരുന്നതുമാണ് നമ്മൾ പറഞ്ഞത്. പിന്നെ പലപ്പോഴും ലോവർ പ്യൂപ്പിൾ ടീച്ചർ റേഷ്യോ, സ്റ്റുഡന്റ് ടീച്ചർ റേഷ്യോ, അതൊരു വലിയൊരു ഫാക്ടർ കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 20 കുട്ടികൾക്ക് ഒരു ടീച്ചർ എന്നാണ് കണക്ക്. അത് പക്ഷെ പല സ്കൂളുകളൊന്നുമില്ല, മെജോറിറ്റി സ്കൂളിലും അതൊന്നുമില്ല. 40-50 കുട്ടികൾക്ക് ഒരു ടീച്ചറാണ്. ഞാൻ പോളിടെക്നിക്കിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്ന സമയത്ത് 69-70 കുട്ടികൾക്ക് ഒരു ടീച്ചർ ഞങ്ങൾ അങ്ങനെ ക്ലാസ് എടുത്തിട്ടുണ്ട്. അതൊക്കെ ഇതിലൊരു പ്രശ്നം. കാരണം ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറും ഇവർക്ക് കോമൺ സബ്ജക്ട് വരുമ്പോൾ ഇവരെ അങ്ങ് കംപ്ലൈന്റ് ആക്കും. അപ്പൊ അത്രയും കുറവ് സ്റ്റാഫ് മതിയല്ലോ, അപ്പൊ അതിനനുസരിച്ച് സാലറി കൊടുത്താൽ മതിയല്ലോ. ഗസ്റ്റ് ലെക്ചേഴ്സ് ആണ്, അപ്പൊ അങ്ങനെ അത്രയും ഗസ്റ്റ് ലെക്ചേഴ്സിനെ വെച്ചാൽ മതിയല്ലോ. അങ്ങനെ പറഞ്ഞിട്ട് ഇത് 70 കുട്ടികളൊക്കെ നമുക്ക് ആ ഒരു സമയം കൊണ്ട് എല്ലാ കുട്ടികളെയും ഒന്ന് നോക്കാൻ പോലും പറ്റില്ല. അതുപോലെ ആണ്. അപ്പൊ ലോവർ പീപ്പിൾ ടീച്ചർ റേഷ്യോ. ആകെ ഇവരിത് പാലിക്കുന്നത് എപ്പോഴാണ്? എക്സാം ഡ്യൂട്ടിക്ക്. എക്സാമിന് 20 എന്നുള്ളത് 21 കുട്ടി ഉണ്ടെങ്കിൽ 2 ടീച്ചർ കിട്ടും. അത് പഠിപ്പിക്കുന്നതിന് ആ ഒരു സ്റ്റാൻഡേർഡ് നോക്കുന്നില്ല. അതൊരു പ്രശ്നമാണ് ഈ ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ മാനേജ്മെന്റ്. അത് ആ ഒരു റേഷ്യോ കറക്റ്റ് ആക്കണം. പിന്നെ നല്ല ഇപ്പം ടീച്ചിങ് സ്റ്റാഫ്, ക്വാളിഫൈഡ് ആയിട്ടുള്ള ടീച്ചിങ് സ്റ്റാഫ് ഉണ്ടല്ലോ, അവര് അപ്ഗ്രേഡ് ചെയ്യണം. ചില പണ്ടൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാല് എന്തെങ്കിലും ഒരു ഡിഗ്രി ഉണ്ടെങ്കിൽ എവിടെയെങ്കിലൊക്കെ ടീച്ചറായിട്ട് കിട്ടുമായിരുന്നു.
അല്ലാതെ ടീച്ചിങ്ങിന്റെ ഏതെങ്കിലും ഒരു കോഴ്സ് എടുത്തവരൊന്നും ചിലപ്പോൾ അന്നൊന്നും ഉണ്ടാവില്ല. അതൊക്കെ മാനേജ്മെന്റിന്റെ ഇതില് ചിലപ്പോൾ അങ്ങനെ കയറിയിട്ടൊക്കെ ആയിരിക്കും. പക്ഷെ എന്നിരുന്നാലും പിന്നീട് അവരത് അപ്ഗ്രേഡ് ചെയ്തിട്ടുള്ളത്. അത് എഞ്ചിനീയറിംഗ് കോളേജിലൊക്കെ ഭയങ്കര സ്ട്രിക്റ്റ് ആക്കി. PhD വേണം എന്നുള്ള രീതിയിലാക്കിയിട്ടുണ്ടായിരുന്നു. സബ്ജക്ട് ലെക്ചറർ ആണെങ്കിലും PhD വേണം, ഡിഗ്രി മാത്രം പോരാ എന്നുള്ള രീതിയിൽ അവർ പിന്നെ PG എടുത്ത് PhD എടുത്ത് അല്ലെങ്കിൽ MPhil എങ്കിലും അറ്റ്ലീസ്റ്റ് എടുത്ത് അങ്ങനെയൊക്കെ ആ ഒരു അപ്ഗ്രേഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇത് അങ്ങനെ പോസിറ്റീവ് ഇൻഡിക്കേറ്റേഴ്സ് ആയിട്ട് നമുക്ക് ഇതുപോലെ സ്റ്റുഡൻസ് ടീച്ചർ റേഷ്യോ അത് കറക്റ്റ് ആക്കാം. ഹയർ റേഷ്യോയിലേക്ക് പോയത് കാരണം കൂടുതൽ കുട്ടികളും ഒരു കുറവ് ടീച്ചർ എന്നുള്ളതല്ല, ആ റേഷ്യോ കറക്റ്റ് ആവണം. പിന്നെ ടീച്ചിങ് സ്റ്റാഫിനെ അപ്ഗ്രേഡ് ചെയ്യാം. പിന്നെ ഇംപ്രൂവ്ഡ് ആയിട്ടുള്ള ടീച്ചിങ് മെത്തേഡ്സും അതിന്റെ ടൂൾസും എല്ലാം സിസ്റ്റത്തിൽ യൂസ് ചെയ്യാം. ഇതെല്ലാമാണ് പോസിറ്റീവ് ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുന്നത്. പക്ഷെ പലപ്പോഴും ഇത് നടക്കാറില്ല. പലപ്പോഴും ഇതിന്റെ പല പ്രശ്നങ്ങളും ഉണ്ടാകാറുണ്ട്. ഈ സ്റ്റുഡൻസ് ടീച്ചർ റേഷ്യോ നിങ്ങൾക്ക് നേരിട്ട് കാണാവുന്ന തന്നെയാണ്. നിങ്ങളുടെ കുട്ടികൾ പഠിക്കുന്ന സ്കൂളാണെങ്കിലും ഒക്കെ നേരിട്ട് കാണാവുന്നതാണ്. കുറേ കുട്ടികളായിരിക്കും ഒരു ക്ലാസ്സിൽ ഉണ്ടാവാത്തത്. അത് ഹയർ ക്ലാസ്സിലേക്ക് പോകുന്നതോറും അത് കൂടും. ചിലപ്പോൾ KG-ലൊന്നും ചിലപ്പോൾ അത്ര അഡ്മിഷൻ ഇല്ലെങ്കിൽ പോലും ഹൈസ്കൂൾ ഹയർ സെക്കൻഡറിയിലൊക്കെ അത് വളരെ കൂടുതലാണ്. പിന്നെ ഞാനൊരു മോണ്ടിസോറി സ്കൂളിൽ പോയെടുത്ത് ഞങ്ങൾ അവിടെ 15 കുട്ടികൾ ഉണ്ടായിരുന്നു. പക്ഷെ 3 ഫെസിലിറ്റേറ്റർമാരായിരുന്നു. 3 ചില സമയത്ത് 4 ഉണ്ടാവാറുണ്ട്. അങ്ങനെ 5 കുട്ടികൾക്ക് ഒരു ഫെസിലിറ്റേറ്റർ എന്നുള്ള രീതിയിൽ. കാരണം നമ്മളുടെ അവിടെ മെയിൻ ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ ഫെസിലിറ്റേറ്റർ കുട്ടികളെ ഒബ്സർവ് ചെയ്യുക എന്നുള്ളതാണല്ലോ. 5 കുട്ടികളെ ഒബ്സർവ് ചെയ്യാൻ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. അതേസമയം 20 കുട്ടികളെയൊക്കെ നമുക്ക് ഇൻഡിവിജ്വലി ഉള്ള ഒബ്സർവേഷൻസ് ഒക്കെ ബുദ്ധിമുട്ടായിരിക്കും. ഇതെല്ലാമാണ് അതിന് പറയുന്നത്. പിന്നെ പലപ്പോഴും ഈ ക്വാളിറ്റി മെയിൻ ആയിട്ട് വരുന്ന ചലഞ്ച് ഫിനാൻഷ്യൽ റിസോഴ്സസ് തന്നെയാണ്. നമുക്ക് പല കാര്യങ്ങൾക്കും ഫണ്ട് വേണ്ടി വരും. പക്ഷെ ഫിനാൻഷ്യൽ ഇന്ത്യയിൽ മാത്രമല്ല കേട്ടോ, മിക്ക കൺട്രീസിലും ഫിനാൻഷ്യൽ റിസോഴ്സസ് ഭയങ്കരമായിട്ട് താന്നു പോകുമ്പോഴാണ് പലപ്പോഴും ഈ ക്വാളിറ്റി അത് കുറഞ്ഞു വരുന്നത്. പിന്നെ ചില കേസസിലൊക്കെ നമുക്ക് ഔട്ട്സോഴ്സ് ചെയ്യേണ്ടതായിട്ട് വരും. പുറത്തുനിന്നുള്ള സപ്പോർട്ട് എടുക്കേണ്ടതായിട്ട് വരും. ഇപ്പൊ ഒരു ട്യൂഷൻ ആപ്പ് അവരെ സംബന്ധിച്ച് അവരുടെ ആപ്പില് അങ്ങനെ ഒരു സെഷൻ കൊടുക്കാൻ ഒരു ടീച്ചർ ഉണ്ടായിരുന്നെങ്കിൽ അവർക്കൊരു പക്ഷേ ഫീസ് അങ്ങനെ അതിന് വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് ഫീസ് കൊടുക്കേണ്ടതില്ലായിരുന്നു. പുറത്തുനിന്ന് ഒരാളെ എടുക്കേണ്ടി വന്നില്ലേ. അവര് പറഞ്ഞ ഫീസ് തന്നെ ഇങ്ങനെ കാരണം കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതല്ലേ മതി. അവരെന്നോട് പറഞ്ഞു ഇപ്രാവശ്യം ഇത് പോട്ടെ, അടുത്ത പ്രാവശ്യം തുടങ്ങി നമുക്ക് സെഷൻസ് വെക്കാം. പക്ഷെ ക്ലാസ് കഴിഞ്ഞു കഴിഞ്ഞപ്പോ പാരന്റ്സിന്റെയും ടീച്ചേഴ്സിന്റെ സൈഡിൽ നിന്നും ടീച്ചേഴ്സിന്റെയും കുട്ടികളുടെ സൈഡിൽ നിന്നും അവർക്ക് ഇനിയും സെഷൻസ് വേണമെന്ന് പറഞ്ഞു. അപ്പൊ നമ്മള് തുടക്കത്തിലെ തന്നെ അതിങ്ങനെ കടുംപിടുത്തം പിടിക്കണം. ശരി, കിത്ത് കിട്ടിയാലേ ഞാൻ ക്ലാസ് എടുക്കുള്ളൂ. ഞാൻ പിന്നെ അങ്ങനെ പറയുന്ന ഒരാളല്ല കേട്ടോ. അപ്പൊ ഇതുപോലെ പിന്നെ പലയിടങ്ങളിലും എന്തെങ്കിലും എയിം ചെയ്യുന്നത്, ടാർഗറ്റ് ചെയ്യുന്നതിന് ചില പോരായ്മകളും ഇതെല്ലാം തന്നെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനെ അതിന്റെ ക്വാളിറ്റിയെ ബാധിക്കും. പിന്നെ അപ്രൈസൽ അത് ക്വാളിറ്റി എഡ്യൂക്കേഷനെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. നല്ല പോലെ ഒരു ടീച്ചർ പെർഫോം ചെയ്യുന്നു, പക്ഷെ ടീച്ചർക്ക് ടൈംലി എൻകറേജ്മെന്റും അപ്രൈസലും കൊടുക്കുന്നില്ലെങ്കിൽ ആ ടീച്ചർക്ക് മടുപ്പായി പോകൂലേ. ഞാൻ ഇത്രയും ചെയ്തിട്ട് എനിക്ക് ഇതാണോ അങ്ങനെയുള്ള രീതിയിൽ ആ ഒരു രീതിയിൽ വരും. സോ അതും ഒരു ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷന്റെ ടീച്ചറാണ് ഇൻപുട്ട് ചെയ്യുന്നത്. ടീച്ചറാണ് പ്രോസസ്സിലൂടെ ലേണിംഗ് പ്രോസസ്സിലൂടെ കുട്ടികളെ ഇങ്ങോട്ട് പോകുന്നത്. അപ്പൊ അതും ഒരു ഫാക്ടറാണ്. നെക്സ്റ്റ് ആണ് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ആ ടേബിളും നിങ്ങൾ നല്ലതുപോലെ അറിഞ്ഞിരിക്കുക. പിന്നെ ക്വാളിറ്റി മാനേജ്മെന്റ് കറക്റ്റ് അത് കോളേജ് തലങ്ങളാണെങ്കിലും സ്കൂൾ തലങ്ങളാണെങ്കിലും അതിന് 4 ആസ്പെക്ട്സ് ഉണ്ട്. അതിൽ ഫസ്റ്റ് വൺ ആണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ലീഡർഷിപ്പ് എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ ക്വാളിറ്റി അഡ്മിനിസ്ട്രേഷൻ. തേർഡ് വൺ ക്വാളിറ്റി അഷുറൻസ് ഫ്രെയിംവർക്ക്. ഫോർത്ത് വൺ ക്വാളിറ്റി ഓഫ് ഫാക്കൽറ്റി. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ക്വാളിറ്റി ഓഫ് ഫാക്കൽറ്റി. അത് ലാസ്റ്റ് കുറച്ച് വലിയ ടോപ്പിക് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ബാക്കിയെല്ലാം ജസ്റ്റ് പറഞ്ഞു പോയിട്ടേ ഉള്ളൂ. ക്വാളിറ്റി മാനേജ്മെന്റിന്റെ 4 ആസ്പെക്ട്സ്.
ഫസ്റ്റ് വൺ ഇൻസ്റ്റിറ്റ്യൂഷണൽ ലീഡർഷിപ്പ്. ഏതൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിനും അതിൻ്റെതായ ഒരു വിഷൻ ഉണ്ടാകും, മിഷൻ ഉണ്ടാകും. അപ്പൊ അവിടുത്തെ ടീച്ചേഴ്സ്, അതുപോലെ തന്നെ മറ്റ് സ്റ്റാഫ്, മറ്റ് എഡ്യൂക്കേറ്റേഴ്സ്, അക്കാദമിഷ്യൻസ്, ഇവരെല്ലാം ആ വിഷൻ മനസ്സിലാക്കുക, അതിന്റെ ക്വാളിറ്റി മനസ്സിലാക്കുക എന്നുള്ളതാണ്. അതിനുള്ളൊരു എബിലിറ്റി ടീച്ചേഴ്സിനുണ്ടാകും. അത് ആ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ എല്ലാ സ്റ്റാഫിലും, പ്രിൻസിപ്പൽ, വൈസ് പ്രിൻസിപ്പൽ, ബെഞ്ചം ആണെങ്കിൽ അങ്ങനെ വൈസ് പ്രിൻസിപ്പൽ, അങ്ങനെ എല്ലാവരും ഇത് ആവശ്യമാണ്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ക്ലാസിന്റെ ലീഡറായിട്ട് നിൽക്കുന്നത് ടീച്ചേഴ്സാണ്. ആ ഓരോ ക്ലാസ് റൂമിന്റെ ലീഡർ എന്ന് പറയുന്നത് ആ ക്ലാസ്സിലെ ക്ലാസ് ടീച്ചർ ആയിരിക്കും. ക്ലാസ് ടീച്ചേഴ്സിന് അത് മനസ്സിലാകണം, ആ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ വിഷൻ. അപ്പൊ ആ ഒരു ലീഡർഷിപ്പ് അവർക്ക് എടുക്കണമെങ്കിൽ ആ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്താണോ, അതിന്റെ വിഷൻ എന്താണോ, സെറ്റ് ഓഫ് ബിലീഫ് എന്താണോ, അത് മനസ്സിലാക്കി വേണം ടീച്ചർ വർക്ക് ചെയ്യാനായിട്ട്. അപ്പൊ ലോങ് ടേം ഗോൾസ് ആണ് പലപ്പോഴും ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടാവേണ്ടത്. ഇത്ര A+ വേണം, അല്ലെങ്കിൽ സ്പോർട്സിൽ നല്ല ഒരു പ്ലേസിലെത്തണം, ആർട്സിൽ നല്ലൊരു പ്ലേസിലെത്തണം, അല്ലെങ്കിൽ സ്കൂള് ടോപ്പ്, വേൾഡിലെ തന്നെ ടോപ്പ് സ്കൂളിൽ ഇത്രാമത് വരണം. അങ്ങനെയൊക്കെ രീതിയിൽ എയിം ചെയ്തായിരിക്കും പല സ്കൂളുകൾ പോകുന്നത്. അങ്ങനെ ഒരു ഗോള്. അതിനു വേണ്ടിയിട്ട് ഇൻസ്റ്റിറ്റ്യൂഷൻ ലെവലിലും ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യണം, ക്ലാസ് റൂം ലെവലിലും ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യണം. ക്ലാസ് റൂം ലെവലിൽ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടീച്ചേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇൻസ്റ്റിറ്റ്യൂഷൻ ലെവൽ എന്ന് പറയുമ്പോൾ ആ ഒരു വൈസ് പ്രിൻസിപ്പൽ, പ്രിൻസിപ്പൽ, മറ്റ് സ്റ്റാഫ്, അങ്ങനെയുള്ള രീതിയിൽ പോകും. അപ്പൊ എല്ലാരും കമ്മിറ്റഡ് ആയിരിക്കണം. എന്താണ് അപ്പൊ ഒരു ക്ലാസ് റൂമിന്റെ കാര്യം ഒരു ടീച്ചർ നോക്കുവാണെങ്കിൽ ആ ക്ലാസ് റൂമിന്റെ ഗോള് അത് സെറ്റ് ചെയ്ത് അത് കമ്മിറ്റഡ് ആയിരിക്കണം. അങ്ങനെ ഇപ്പൊ 10 ക്ലാസ് റൂം ഉണ്ടെങ്കിൽ 10 ക്ലാസ് റൂമിലെ ടീച്ചേഴ്സും ആ ഒരു രീതിയിൽ വിഷൻ മനസ്സിലാക്കി അതിലേക്ക് ഗോള് സെറ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഗോള് കറക്റ്റ് ആവും. അവരങ്ങനെ ചെയ്യണമെങ്കിൽ അവർ പ്രോപ്പർ ആയിട്ട് ലീഡ് ചെയ്യുന്ന ടീച്ചേഴ്സ് ആയിരിക്കണം. അവര് ക്ലാസ് ടീച്ചറാണ്, മറ്റ് സബ്ജക്ട് എടുക്കുന്ന ടീച്ചേഴ്സ് ഉണ്ട്, ആ ടീച്ചേഴ്സിനെ എല്ലാം സപ്പോർട്ട് ചെയ്യുന്ന നല്ല പോലെ ലീഡർഷിപ്പ് ഉള്ള ഒരു ടീച്ചർ ആയിരിക്കണം. അപ്പൊ ഇൻസ്റ്റിറ്റ്യൂഷണൽ ലീഡർഷിപ്പ് വളരെ ഇമ്പോർട്ടന്റ് ആണ് ക്വാളിറ്റി മാനേജ്മെന്റിൽ. ഇതിന് നല്ലൊരു ടീം വർക്ക് വേണം, അല്ലെ? ഇൻഡിവിജ്വലി ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്, ടീമായിട്ട് ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ നല്ലൊരു ടീം വർക്ക് ഉണ്ടെങ്കിൽ നല്ല ലോങ് ടേം ക്വാളിറ്റി ഗോൾസ് അച്ചീവ് ചെയ്യാനായിട്ട് വരും. ടീം വർക്ക് ഇല്ലെങ്കിൽ ഇതൊക്കെ വളരെ ലോ ആയിട്ട് പോകും. പിന്നെ ചില സമയത്ത് പ്രോപ്പർ ആയിട്ട് ഇവർക്ക് ചിലപ്പോൾ ട്രെയിനിങ് കൊടുക്കേണ്ടതായിട്ട് വരും, റൈറ്റ് പോളിസീസ് എടുക്കേണ്ടതായിട്ട് വരും, ചിലപ്പോൾ നമ്മൾ സെറ്റ് ചെയ്ത ഗോളിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തേണ്ടതായിട്ട് വരും. അങ്ങനെ നല്ലൊരു സ്ട്രോങ് കമ്മിറ്റ്മെന്റും പ്രോപ്പർ ടീം വർക്കും ലീഡർഷിപ്പുമാണ് ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ ലീഡർഷിപ്പ് ക്വാളിറ്റി മാനേജ്മെന്റ് ഇൻ എഡ്യൂക്കേഷനിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. ഇനി ക്വാളിറ്റി അഡ്മിനിസ്ട്രേഷൻ സാധാരണയായിട്ട് എന്താണ് ചെയ്യുന്നത്? ഒരു ടീച്ചർ ക്ലാസ് എടുക്കണം ക്ലാസ്സിൽ, പക്ഷെ ക്ലാസ് എടുക്കുമ്പോൾ ആ ക്ലാസ് എടുക്കുന്നതിന് ആവശ്യമായ ചില റിസോഴ്സസ് വേണ്ടി വരും, അല്ലെ? ചെറിയൊരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ ബോർഡ്, ഏത് ടൈപ്പ് ബോർഡ് ആണെങ്കിലും ഒരു ബോർഡ് വേണം, നല്ല വിസിബിലിറ്റി, നല്ല ലൈറ്റും എയറും ഒക്കെ കിട്ടുന്ന ഒരു ക്ലാസ് റൂം ആയിരിക്കണം, അല്ലെ? അപ്പൊ ആ രീതിയിൽ അതൊക്കെ പ്രൊവൈഡ് ചെയ്യേണ്ടത്, അങ്ങനെയുള്ള റിസോഴ്സസ് പ്രൊവൈഡ് ചെയ്യേണ്ടത് അഡ്മിനിസ്ട്രേഷൻ ആണ്. അഡ്മിനിസ്ട്രേഷൻ നല്ല ക്വാളിറ്റി ഉള്ള സ്ട്രോങ് അഡ്മിനിസ്ട്രേഷൻ ആണെങ്കിൽ മാത്രമാണ് അങ്ങനെയുള്ള റിസോഴ്സസ് ക്ലാസ് റൂം ലീഡ് ചെയ്യുന്ന ടീച്ചർമാർക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോഴാണ് അവർക്ക് നല്ല രീതിയിൽ ക്ലാസ് എടുക്കാൻ പറ്റുള്ളൂ, നല്ല രീതിയിൽ ഇൻപുട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോഴാണ് ഔട്ട്കം ആയിട്ട് ക്വാളിറ്റി ഇൻ എഡ്യൂക്കേഷൻ വരുന്നത്. സൈസ് ഓഫ് ക്ലാസ് റൂം 20 ആണ് എപ്പോഴും നമ്മൾ പറഞ്ഞാൽ 20 കുട്ടികൾക്ക് ഒരു ടീച്ചർ എന്നുള്ള രീതിയിലാണ് എപ്പോഴും പറയുന്നത്. അപ്പൊ ക്ലാസ് റൂമിന്റെ സൈസ്, പിന്നെ ക്ലീൻലിനെസ്, വൃത്തിയായിട്ട് വയ്ക്കുക, ബിൽഡിംഗ്, ബാത്റൂം, പ്ലേ ഗ്രൗണ്ട്, ഡെസ്ക്, അങ്ങനെയുള്ള റിസോഴ്സസ്, ഫെസിലിറ്റീസ്, പിന്നെ ബിൽഡിങ്ങിന്റെ മെയിൻ്റനൻസ്, പൊട്ടിപ്പൊളിഞ്ഞ് മഴ പെയ്യുമ്പോൾ ചോരുക അങ്ങനത്തെ അവസ്ഥയൊന്നുമില്ല, ഡെസ്ക്, ലൈബ്രറി, അതുപോലെ തന്നെ ലാബുകളൊക്കെ ഉണ്ടെങ്കിൽ അതിന്റെ എല്ലാം മെയിൻ്റനൻസ്, പിന്നെ ഡിസിപ്ലിൻ ആൻഡ് കോഡ് ഓഫ് എത്തിക്സ് ഫോർ ബോത്ത് ദ ടീച്ചേഴ്സ് ആസ് വെൽ ആസ് സ്റ്റുഡൻസ്. ഒരു കോഡ് ഓഫ് എത്തിക്സ് ഉണ്ട്, ഒരു ചില സർട്ടൻ ടേംസ് ആൻഡ് കണ്ടീഷൻ, റൂൾസ് എന്നൊക്കെ പറയണ പോലെ കോഡ് ഓഫ് എത്തിക്സ്, അവർ പാലിക്കേണ്ട ചില കാര്യങ്ങൾ, അത് ചിലപ്പോൾ ഡ്രസ്സിങ്ങിലായിരിക്കാം, ബിഹേവിയറിലായിരിക്കാം, അങ്ങനെയുള്ള രീതിയിൽ ഡിസിപ്ലിനും കോഡ് ഓഫ് എത്തിക്സും ഇതെല്ലാം അഡ്മിനിസ്ട്രേറ്റർ ആണ് നോക്കുന്നത്. പിന്നെ കൺഫോമൻസ് ടു ടീച്ചിങ് ഷെഡ്യൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പെട്ടെന്ന് തന്നെ കറസ്പോണ്ടൻസ് അറിയിക്കുക, ഇൻഫോം ചെയ്യുക ആ ഒരു ടീച്ചേഴ്സിന്.
എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ അവരെ പെട്ടെന്ന് തന്നെ ഒരു കറസ്പോണ്ടൻസ് നടത്തുക. ഒരു കമ്മ്യൂണിക്കേഷനും ഇല്ലാത്ത രീതിയിൽ ഒരിക്കലും ടീച്ചേഴ്സും മാനേജ്മെന്റും അഡ്മിനിസ്ട്രേഷനും വരരുതെന്നുള്ള രീതിയിൽ. പിന്നെ ഡോക്യുമെന്റേഷൻ ഓഫ് സ്റ്റാൻഡേർഡൈസ്ഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ പോളിസീസ്. ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും അതിന്റെ എല്ലാം ഡോക്യുമെന്റേഷൻ കറക്റ്റ് ആയിട്ട് അത് റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്ത് വെക്കും. ഇതാണ് അഡ്മിനിസ്ട്രേഷന്റെ കാര്യം. ഇനി ക്വാളിറ്റി അഷുറൻസ് QA ഫ്രെയിംവർക്ക്. ഇത് 3 ബേസിക് ഫങ്ഷൻസ് ഉണ്ട്. ക്വാളിറ്റി പ്ലാനിങ്, മെഷറിംഗ് ക്വാളിറ്റി ആൻഡ് ക്വാളിറ്റി കൺട്രോൾ, അതുപോലെ തന്നെ ഇനീഷ്യേറ്റീവ്സ് ഫോർ ഇംപ്രൂവിംഗ് ക്വാളിറ്റി. നമ്മൾ കുറച്ചു മുമ്പ് പറഞ്ഞു ഒരു ഷൂ പ്രൊഡ്യൂസ് ചെയ്യുന്നു, അതിനെന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പ്ലാൻ A പ്ലാൻ B എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ സോർട്ട് ഔട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു അല്ലെ. അപ്പൊ ക്വാളിറ്റി അഷുറൻസ് ഫ്രെയിംവർക്കിൽ 3 ബേസിക് ഫങ്ഷൻസ് ആണ്. ക്വാളിറ്റി പ്ലാനിങ്, ഫസ്റ്റ് അത് പ്ലാൻ ചെയ്യാം. നെക്സ്റ്റ് മെഷറിംഗ് ക്വാളിറ്റി ആൻഡ് ക്വാളിറ്റി കൺട്രോൾ. ആ ക്വാളിറ്റി ഒന്ന് അസസ് ചെയ്യുക, മെഷർ ചെയ്യുക, എന്നിട്ട് എന്തെങ്കിലുമൊക്കെ അവിടെ ഇന്റർവെയിൻ ചെയ്യണമെങ്കിൽ അത് ചെയ്യുക. അതാണ് ക്വാളിറ്റി കൺട്രോളിൽ വരുന്നത്. പിന്നെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാനായിട്ട് എന്തെങ്കിലും ഫർദർ സ്റ്റെപ്പ് എടുക്കണമെങ്കിൽ അതിന്റെ ഇനീഷ്യേറ്റീവ്. ഇങ്ങനെ 3 ബേസിക് ഫങ്ഷൻസ് ആണ്. മെഷറിംഗ് ക്വാളിറ്റി ആൻഡ് ക്വാളിറ്റി കൺട്രോൾ ഒരുമിച്ചാണ് കേട്ടോ. പെർഫോമൻസ് മെഷർമെന്റ് നമുക്ക് എടുക്കാം. പിന്നെ പലപ്പോഴും ഡേറ്റ കളക്ട് ചെയ്ത് അത് അനലൈസ് ചെയ്യാം. കുട്ടികൾക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് ഏതെങ്കിലും ഒരു സെഷനിൽ വരുവാണെങ്കിൽ അതിന്റെ ഡേറ്റ കളക്ട് ചെയ്ത് അത് അനലൈസ് ചെയ്യാം. പിന്നെ അതിന്റെ റൂട്ട് കോസ് കണ്ടുപിടിക്കുക, ക്വാളിറ്റി പ്രോബ്ലത്തിന്റെ മെയിൻ റൂട്ട് കോസ് കണ്ടുപിടിക്കുക, മെയിൻ ആയിട്ടുള്ള കാരണം കണ്ടുപിടിക്കുക. പിന്നെ ആ റൂട്ട് കോസസ് കറക്റ്റ് ചെയ്യാനുള്ള പ്രോസസ്സ് സെറ്റ് ചെയ്യും. റെക്ടിഫൈ ചെയ്യാനായിട്ടുള്ള റൂട്ട് കോസസ് റെക്ടിഫൈ ചെയ്യാനായിട്ടുള്ള പ്രോസസ്സ് സെറ്റ് ചെയ്യും. പിന്നെ ചേഞ്ചിങ് ഓർ അപ്ഗ്രേഡിങ് ആൻഡ് റിവൈസിങ് പ്രൊസീജിയേഴ്സ് ടു ഇംപ്രൂവ് ക്വാളിറ്റി. അതായത് ഇത്രയേ ഉള്ളൂ. നമുക്കിപ്പോ നമ്മളൊരു കാര്യം പെർഫോമൻസ് ഒരു പ്രോസസ് ചെയ്യുവാണ്. പ്രോസസ് ചെയ്യുമ്പോൾ അതിന് വേണ്ടുന്ന ഇൻഡിക്കേറ്റേഴ്സ്, അത് മെഷർ ചെയ്യാനുള്ള ഇൻഡിക്കേറ്റേഴ്സ്. പിന്നെ ഡേറ്റ കളക്ട് ചെയ്തത് അനലൈസ് ചെയ്യും. ഇനി കളക്ട് ചെയ്ത ഡേറ്റ അനലൈസ് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒരു പ്രോബ്ലം ഫൈൻഡ് ഔട്ട് ചെയ്യുവാണെങ്കിൽ, ക്വാളിറ്റിയിൽ എന്തെങ്കിലും പ്രോബ്ലം റൂട്ട് കോസ് ഫൈൻഡ് ഔട്ട് ചെയ്യുവാണെങ്കിൽ അത് ഫൈൻഡ് ഔട്ട് ചെയ്യുക. അത് കഴിഞ്ഞ് ആ റൂട്ട് കോസിനെ റെക്ടിഫൈ ചെയ്യാൻ, കറക്റ്റ് ചെയ്യാനുള്ള പ്രൊസീജിയേഴ്സ് സെറ്റ് ചെയ്യുക. ഇതൊക്കെയാണ് ഇതിനകത്ത് വരുന്നത്. സ്ക്രോൾ ചെയ്യാൻ ഇതൊരു ടീം ഉണ്ടാകും ക്വാളിറ്റി മാനേജ്മെന്റിൽ. അതിപ്പോ ബിസിനസ് ഓർഗനൈസേഷനിലാണെങ്കിലും ഇപ്പൊ സ്കൂളുകളിലൊക്കെ ആണെങ്കിൽ ടീച്ചേഴ്സും അതർ സപ്പോർട്ടിംഗ് സ്റ്റാഫും എല്ലാം കൂടെ ചേർന്നിട്ടായിരിക്കും അത് ചെയ്യുന്നത്. നല്ലൊരു അക്കാദമിക് സ്റ്റാൻഡേർഡ്സും അതുപോലെ തന്നെ ക്വാളിറ്റി ഒക്കെ ഇംപ്രൂവ് ചെയ്യാനായിട്ട് നമുക്ക് ഈ ക്വാളിറ്റി അഷുറൻസ് ഫ്രെയിംവർക്ക് ഹെൽപ്പ് ചെയ്യും. പിന്നെ പലപ്പോഴും ഇതിന്റെ ഭാഗമായിട്ട് അവാർഡ് പ്രോഗ്രാംസ് സെറ്റ് ചെയ്യാം. കുറച്ചു മുമ്പ് നമ്മൾ പറഞ്ഞില്ലേ ടൈംലി എൻകറേജിങ് ടീച്ചേഴ്സ്, അത് നല്ലൊരു ഔട്ട്കം ഉണ്ടാക്കുന്നു. ടീച്ചർമാരെ നല്ല രീതിയിലൊന്നും എൻകറേജ് ചെയ്താൽ നല്ലൊരു ഔട്ട്കം ഉണ്ടാകും. ഓക്കെ, ഇനി ക്വാളിറ്റി ഓഫ് ഫാക്കൾട്ടി നെക്സ്റ്റ് വൺ വരുന്നുണ്ട്. ക്വാളിറ്റി ഓഫ് ഫാക്കൾട്ടി ആണ് 4th ആസ്പെക്ട് എന്ന് പറയുന്നത്. നമുക്കറിയാം ടീച്ചർമാരുടെ ക്വാളിറ്റി, ഇതിനകത്തൊരു കറക്ഷൻ ഉണ്ട്. ദ ഫോളോയിങ് 3 types ഓഫ് ക്വാളിറ്റി മൊഡാൽസ് ആർ ഗ്ലോബലി പോപ്പുലർ എന്ന് പറഞ്ഞിട്ട് തന്നിട്ടുണ്ട്. പക്ഷെ അത് പറഞ്ഞിട്ടില്ല. നമ്മൾ അതിനെപ്പറ്റി കുറച്ച് കൂടുതൽ ബോദർ ചെയ്യണ്ട. നെക്സ്റ്റ് ക്വാളിറ്റി ഓഫ് ഫാക്കൾട്ടി, ടീച്ചറുടെ ക്വാളിറ്റിയാണ്. ഹൈലി ക്വാളിഫൈഡ് ടീച്ചർ, ചിലരുടെ പേരിന്റെ കൂടെ കണ്ടിട്ടില്ലേ കുറേ പാല് പോലെ ഇങ്ങനെ ഡിഗ്രി PhD അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ചില ആൾക്കാർ അവരുടെ നെയിമില് ഇങ്ങനെ കാണിക്കുമല്ലോ. ഡോക്ടേഴ്സ്, അഡ്വക്കേറ്റ്സ് ഒക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും. പിന്നെ ചില പ്രൊഫസേഴ്സ് ഒക്കെ കാണാനായിട്ട് പറ്റും. അപ്പൊ ഇതെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അവര് നല്ല ടീച്ചറാണ്, ഹൈലി കോമ്പിറ്റന്റ് ടീച്ചറാണെന്ന്, ക്വാളിറ്റി ഉള്ള ടീച്ചറാണെന്ന്. ക്വാളിഫിക്കേഷനുള്ള ടീച്ചേഴ്സ് എല്ലാം തന്നെ ക്വാളിറ്റി ഉള്ള ടീച്ചർ ആകണമെന്നില്ല. ഞാൻ ഒരിടത്ത് എൻ്റെ ഒരു ഫ്രണ്ടിന്റെ വീട്ടിൽ പോയപ്പോ അവിടെ ഒരു കുട്ടി 9ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. പക്ഷെ പറയുവാണ് സ്കൂളിലെ എല്ലാ വർഷവും ടോപ്പറായിരുന്നു.
പക്ഷെ 9th സ്റ്റാൻഡേർഡ് എത്തി. 9th സ്റ്റാൻഡേർഡ് വരെ പഠിച്ച് പരീക്ഷ എഴുതിയിട്ടുള്ളൂ. 10ാം ക്ലാസ്സില് തുടങ്ങിയപ്പോഴേക്കും ഈ കുട്ടിക്ക് എന്തോ ഒരു അസുഖം ബാധിച്ചു. അതായത് അതിന്റെ ജോയിന്റ്സിനൊക്കെ എന്തൊക്കെയോ പ്രശ്നം. അങ്ങനെ ഏകദേശം ഒരു 15, ആ പ്രായത്തിൽ ഒരു 15 സർജറി ആ കുട്ടിക്ക് ചെയ്തു ശരിയാകാനായിട്ട്. ഇപ്പൊ അതിന് ഏകദേശം 27 വയസ്സിൽ കേട്ടോ. ആ 10th പഠിക്കേണ്ട ആ പ്രായത്തില് 15 സർജറിയാണ് അതിന്റെ ബോഡിയില്, അതിന്റെ ഓരോ ജോയിന്റ്സിലും ചെയ്തത്. ഈ കുട്ടിക്ക് നമ്മളൊക്കെ ഇരിക്കുന്ന പോലെ ഇരിക്കാൻ പറ്റില്ല. അതായത് അതിന്റെ ബോഡി ബെൻഡ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഒന്നുമില്ലെങ്കിൽ സ്ട്രെയിറ്റ് ആയിട്ട് കിടക്കുക, അല്ലെങ്കിൽ അതിന്റെ ഹൈറ്റിന്റെ ലെവലിൽ ഒരു ചെയർ വെച്ചിട്ട് അങ്ങനെ പോയിരിക്കുക. അങ്ങനെയൊക്കെ ആ കുട്ടിക്ക് പറ്റുമോ? നമ്മളോടൊക്കെ സംസാരിക്കുമ്പോൾ ഇതിങ്ങനെ ഭിത്തിയിൽ ചാരി നിന്നിട്ടാണ് സംസാരിക്കുന്നത്. കാരണം അതിന് സപ്പോർട്ട് വേണം. നമ്മൾ ഇരിക്കുന്ന പോലെ താഴെ ലെവലിലുള്ള ചെയറിൽ ആ കുട്ടിക്ക് ഇരിക്കാൻ പറ്റും. അപ്പോ അത് കാരണം ഇത് ഈ ഭിത്തിയിലെല്ലാം ഇങ്ങനെ നമുക്ക് ടവലിടാനുള്ള ചെറിയ ഒരു റോഡ് വെക്കില്ലേ, മിക്ക സ്ഥലത്തും ആ റോഡ് അവർ ഫിക്സ് ചെയ്തേക്കുക. അപ്പൊ കുറെ നേരം ചാരുമ്പോ അതിന് ബാക്ക് വേനെടുക്കോ അല്ലെങ്കിൽ തല വേനെടുക്കുന്ന കാരണം ആ റോഡിലൊക്കെ ഇങ്ങനെ നീളമുള്ള ടവൽ ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും. അല്ലെങ്കിൽ തലയുടെ ഭിത്തി മഴുക്കാവും, കുട്ടിക്ക് വേദന എടുക്കും. എനിക്ക് ഭയങ്കര എനിക്കത് കണ്ടിട്ടൊക്കെ ഭയങ്കര വിഷമം തോന്നും കേട്ടോ. പക്ഷെ നമുക്ക് ഈ വിഷമം എക്സ്പ്രസ് ചെയ്യാൻ നമ്മുടെ എക്സ്പ്രഷനിൽ വരില്ല. കാരണം എന്താന്ന് വെച്ചാല് ഈ പ്രകാശം പരത്തുന്ന പെൺകുട്ടി എന്നൊക്കെ കേട്ടിട്ടില്ലേ, ഞാനത് നേരിട്ട് കണ്ടതാണ്. അത് ചേർന്ന് നല്ല ചിരിച്ചിട്ടുള്ളൊരു കുട്ടി. അത് ട്യൂഷൻ എടുക്കുന്നുണ്ട്. ട്യൂഷൻ എടുക്കുന്ന കുട്ടികളെ, അതിന് മോണ്ടിസോറി മെത്തേഡൊന്നും അറിയില്ലായിരിക്കാം, പക്ഷെ ഗുരുകുല സമ്പ്രദായം പോലെയാണ് ട്യൂഷൻ. അവിടെ വരുന്ന കുട്ടികളാണ് ഈ കൊച്ചിന് ചെടികൾ ഭയങ്കര ഇഷ്ടം. അപ്പൊ ഇതിന് എത്താവുന്ന ഹൈറ്റിലൊക്കെ അല്ലേ അതിന് ചെടി വെക്കാൻ പറ്റുള്ളൂ. കുനിഞ്ഞൊന്നും ചെടി നടാൻ പറ്റില്ലല്ലോ. അപ്പൊ ട്യൂഷന് വരുന്ന പിള്ളേരാണ് അവിടെ കംപ്ലീറ്റ് ചെടികളൊക്കെ നടുന്നതും, ചെടിച്ചട്ടിയിൽ നിന്ന് അത് ഇലയൊക്കെ പറന്ന് വീട്ടിട്ടുണ്ടെങ്കിൽ അതൊക്കെ മാറ്റി അതൊക്കെ നല്ല മണ്ണൊക്കെ ഇളക്കി കൊടുക്കുന്നതും വെള്ളം ഒഴിക്കുന്നതും എല്ലാം അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കും. അവിടെ എല്ലാം ക്ലീൻ ചെയ്യാനായിട്ട് ഇതിനെ ഹെൽപ്പ് ചെയ്യും. ഇത് ഇതിന്റെ അമ്മയും മാത്രമേ ഉള്ളൂ. അച്ഛനൊരു ആക്സിഡന്റിൽ മരിച്ചുപോയി. പിന്നെയുള്ളത് ഒരു ചേച്ചി ബാംഗ്ലൂരുമാണ്, തൊടുപുഴയാണ് കേട്ടോ വീട്. ഞാൻ അവിടെ ചെന്നപ്പോ ഇങ്ങനെ കണ്ടതാണ്. അത് ട്യൂഷൻ എടുക്കുന്നുണ്ട്, നിറയെ കുട്ടികളുണ്ട്. 9th വരെ പഠിച്ചത് കാരണം 9th വരെയുള്ള കുട്ടികൾക്ക് ട്യൂഷൻ എടുക്കുമ്പോൾ ബാക്കി കുട്ടികൾക്ക് എടുക്കുന്നില്ല. പക്ഷെ ആൾക്ക് നല്ല നോളജ് ഉണ്ട്, ബാക്കി കുട്ടികൾക്കും എടുക്കാം. പക്ഷെ പഠിക്കാത്ത കാര്യം എടുക്കണ്ടല്ലോ എന്ന് കരുതിയാണ് 9th വരെയുള്ള കുട്ടികൾക്ക് ക്ലാസ് എടുക്കുന്നത്. ട്യൂഷൻ ക്ലാസ്സിലെ ചെയർ എങ്ങനെയാ, ഇതിങ്ങനെ നിൽക്കുന്ന ലെവലില് ഇരിക്കാൻ പറ്റുന്ന രീതിയിൽ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുന്നൊരു ചെയറൊക്കെ. ടോയ്ലറ്റ് ഒക്കെ അങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ആക്കിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഭയങ്കര പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കുട്ടി. അപ്പൊ അത് നല്ല ക്വാളിറ്റി ഉള്ള ടീച്ചറായിട്ട് എനിക്ക് തോന്നി. പക്ഷെ അതിന് ക്വാളിഫിക്കേഷനും അത്രയും ഇതാണ് വ്യത്യാസം. അപ്പൊ നമുക്ക് ക്വാളിഫിക്കേഷൻ അല്ല ഒരു ടീച്ചറിന്റെ ക്വാളിറ്റി പറയുന്നത്. നല്ല ഇതായിട്ട് കുട്ടികളിലേക്ക് ടോപ്പിക്സ് എത്തിക്കുക എന്നുള്ളതാണ്. അപ്പൊ അതുപോലെ തന്നെ പല ഏരിയയിലും അവർക്ക് അറിവുണ്ടായിരിക്കണം. നല്ലൊരു പൊട്ടൻഷ്യൽ ഉള്ള ഒരു ടീച്ചർ ആയിരിക്കാം. ആ സിലബസിലുള്ളത് മാത്രം പഠിപ്പിക്കുക, ടെക്സ്റ്റിലുള്ളത് മാത്രം പഠിപ്പിക്കുക, അങ്ങനെയുള്ളതല്ല. കുട്ടികളിലേക്ക് കൂടുതൽ ഇൻഫർമേഷൻസ് പാസ് ചെയ്യാനായിട്ട് ആ ഒരു ടീച്ചർക്ക് പറ്റും. അപ്പൊ അങ്ങനെ ബേസിക്കലി ഇങ്ങനെ ഒരു ക്വാളിറ്റി ടീച്ചർക്ക് ഒരു 4 ഡയമെൻഷൻസ് പറയുന്നുണ്ട്. ജസ്റ്റ് അത് പറഞ്ഞിട്ട് നമുക്ക് ഐശ്വര്യയിലേക്ക് പോകാം. അല്ലെങ്കിൽ ഐശ്വര്യക്ക് സമയം കിട്ടില്ല സെമിനാർ എടുക്കാനായിട്ട്. നെക്സ്റ്റ് ക്ലാസ്സിൽ അത് എക്സ്പ്ലെയിൻ ചെയ്യാം. 4 മൊഡാലിറ്റി ആണ് നോക്കിയിട്ട് അത് പറയാനുള്ളത്. അക്കാദമിക് കോമ്പീറ്റൻസ് ഒരു ടീച്ചർക്ക് വേണ്ടുന്ന ബേസിക് ആയിട്ടുള്ള ഡയമെൻഷൻസിലെ ഫസ്റ്റ് വണ്ണാണ് നല്ല രീതിയിൽ അവർക്ക് ക്ലാസ്സസ് ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റുക, ക്ലാസ്സിനെ പിടിച്ചെടുത്താനൊക്കെ പറ്റുക. അതൊക്കെ ഒരു അക്കാദമിക് കോമ്പീറ്റൻസ് ഉള്ള ടീച്ചർക്കേ പറ്റും. പിന്നെ നല്ലൊരു ടീച്ചിങ് സ്കില്ല് ആ റെലവൻറ്റ് സബ്ജക്റ്റില്. പിന്നെ ടീച്ചിങ് മെത്തേഡ്സ്, അതാണ് പെഡഗോഗി എന്ന് പറയുന്നത്. എന്ത് സബ്ജക്റ്റ് ആണോ പഠിപ്പിക്കുന്നത് അതിന് പ്രോപ്പർ ആയിട്ടുള്ള ടീച്ചിങ് മെത്തേഡ് ഉപയോഗിക്കാനായിട്ട് പറ്റും. പിന്നെ കുട്ടികളുടെ സൈക്കോളജി മനസ്സിലാക്കാൻ, അത് കുട്ടികളുടെ ബിഹേവിയർ, അവരുടെ മൂഡ് സെൻസ് ഇതെല്ലാം മനസ്സിലാക്കാൻ, മൈൻഡ് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ടീച്ചർ. പിന്നെ കമ്മിറ്റ്മെന്റ് ഉണ്ടായിരിക്കണം. അവർ ചെയ്യുന്ന ജോലിയോട് അവർക്ക് നല്ല കമ്മിറ്റ്മെന്റ് ഉണ്ടായിരിക്കണം. പിന്നെ അവര് എല്ലാ കുട്ടികളെയും മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റുന്ന സ്കില്ലുള്ളതായിരിക്കണം. ഞാനത് ഒന്നുകൂടെ പറയാം, ക്വാളിറ്റി ഓഫ് ഫാക്കൽറ്റി, കാരണം അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്. സോ അത് ഇപ്പൊ ഐശ്വര്യയിലേക്ക് നമുക്ക് ചെല്ലാം. ഐശ്വര്യ ചെയ്യാൻ ഐശ്വര്യ പ്ലീസ്. ഗ്ലോബലൈസേഷൻ അല്ലേ, പ്രസന്റേഷൻ സ്റ്റോപ്പ് ചെയ്യോണേ.
Good afternoon, teacher and friends. Today I am going to present on the topic globalization, which is a part of Unit 7 Quality Management in Education for Dishamis chapter. Globalization of society. Globalization of society will when a common share of an international system of values to be taken from local and national culture identities as well as universal moral and ethical deliberation of tolerance. So, solidarity and human rights in this situation. And the education system has changed the goals of the education system along with the vision of quality of education. എന്ന് വെച്ചാൽ ആഗോളവൽക്കരണത്തിന്റെ പശ്ചാത്തലത്തിൽ വിദ്യാഭ്യാസം പ്രാദേശികവും ദേശീയവും സാംസ്കാരികവുമായ അറിവുകൾ നിലനിർത്തുന്നത് കൊണ്ട് തന്നെ സഹിഷ്ണുത, ഐക്യദാർഢ്യം, മനുഷ്യാവകാശങ്ങൾ എന്നിവ പോലുള്ള സാർവത്രിക ധാർമ്മിക മൂല്യങ്ങൾ ഉൾക്കൊള്ളണം എന്ന ഈ മാറ്റത്തിനനുസരിച്ച് വിദ്യാഭ്യാസ സമ്പ്രദായത്തിന്റെ ലക്ഷ്യങ്ങളുടെ നിലവാരങ്ങളും സംബന്ധിച്ച കാഴ്ചപ്പാടുകൾ മാറേണ്ടതുണ്ട്. ഈ മാറ്റങ്ങൾ പ്രാക്ടിക്കൽ ആകാൻ നമ്മൾ ആദ്യം പാഠ്യപദ്ധതിയിൽ ചരിത്രത്തോടൊപ്പം തന്നെ ആഗോള പ്രവർത്തനത്തെക്കുറിച്ചും വിഷയങ്ങൾ ഉൾക്കൊള്ളിക്കണം. ക്ലാസ് മുറിയിൽ വിദ്യാർത്ഥികൾക്ക് വിമർശനാത്മകമായി ചിന്തിക്കാനും പരസ്പരം ബഹുമാനിക്കാനുമുള്ള അവസരങ്ങൾ ഒരുക്കണം. അധ്യാപകർക്ക് ഇത്തരം മൂല്യങ്ങൾ പകർന്നു നൽകാൻ സജ്ജരാകുകയും സ്കൂളിലും സമൂഹവും തമ്മിലുള്ള ബന്ധം ശക്തമാക്കുകയും വേണം. എക്സാമ്പിള്, ഒരു സ്കൂൾ പ്രാക്ടിക്കൽ വിദ്യാർത്ഥി ഓണം പോലുള്ള ആഘോഷങ്ങളുടെ പ്രാധാന്യം മനസ്സിലാക്കുന്നതിനോടൊപ്പം മറ്റു രാജ്യങ്ങളുടെ സംസ്കാരങ്ങളും ഉത്സവത്തെക്കുറിച്ച് പഠിക്കുന്നത് നല്ലതാണ്. അത് അവരിൽ പരസ്പര ബഹുമാനവും സഹിഷ്ണുതയും വളരാൻ സഹായിക്കും. സമൂഹത്തിൽ ആഗോളവൽക്കരണം എന്നാൽ ലോകത്തെ വിവിധ രാജ്യങ്ങളിലുള്ള ആൾക്കാർ സംസ്കാരത്തെ സമ്പദ് വ്യവസ്ഥകൾ എന്നിവ തമ്മിലുള്ള പരസ്പര ബന്ധം വർദ്ധിക്കുന്നതാണ്. ഇത് സാങ്കേതിക വിദ്യയുടെയും ആശയവിനിമയങ്ങളുടെയും വേഗത്തിലുള്ള കൈമാറ്റത്തിന് കാരണമാകുന്നു. ഉദാഹരണം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വിദേശത്തുള്ള ഒരാളെ ഫോണിൽ വിളിച്ച് സംസാരിക്കുമ്പോൾ ദൂരങ്ങൾ ഒരു തടസ്സമാകാതെ ആശയവിനിമയം നടത്തുന്നത് ആഗോളവൽക്കരണത്തിന്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ്. ഇത് സാങ്കേതിക വിദ്യ ലോകത്തെ എത്രത്തോളം അടുപ്പിച്ചു എന്ന് നമുക്ക് ആഗോളവൽക്കരണം കാണിച്ചു തരുന്നു. ലോകത്തെ വിവിധ സമൂഹങ്ങളും രാജ്യങ്ങളും തമ്മിൽ ബന്ധം ദൃഢമാക്കുന്നതിനെയാണ് ആഗോളവൽക്കരണം എന്ന് പറയുന്നത്. ഇത് കേവലം സാമ്പത്തിക ഇടപാടുകളിൽ മാത്രമല്ല, സംസ്കാരം, സാങ്കേതികവിദ്യ, ആശയങ്ങൾ എന്നിവയുടെ കൈമാറ്റത്തിലും കാരണമാകാം. സാംസ്കാരികമായി നോക്കുമ്പോൾ വിവിധ രാജ്യങ്ങളിലെ ആളുകൾ പരസ്പര സംസ്കാരങ്ങൾ മനസ്സിലാക്കാനും ഭക്ഷണരീതികളും ആഘോഷങ്ങളും പങ്കിടാനും സാധിക്കുന്നു. അത് സഹിഷ്ണുതയും സംസ്കാരവും വൈവിധ്യത്തോടുള്ള ആദരവും വളർത്തുന്നു. സാമ്പത്തികമായി ലോകത്തെവിടെയും ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളും സേവനങ്ങളും എളുപ്പത്തിൽ ലഭ്യമാകുന്നു. അത് തൊഴിൽ അവസരം വർദ്ധിപ്പിക്കുന്നതിനും ജീവിത നിലവാരം ഉയർത്തുന്നതിനും കാരണമാകുന്നു. സാങ്കേതിക വിദ്യയുടെ അതിവേഗത്തിലുള്ള വളർച്ച ആശയവിനിമയം വളരെ എളുപ്പമാക്കി ലോകത്തിന്റെ ഏത് കോണിലുള്ളവരുമായും തത്സമയം ബന്ധപ്പെടാനും വിവരങ്ങൾ മാറാനും നമുക്ക് സാധിക്കും. വിദ്യാഭ്യാസ രംഗത്ത് ഗ്ലോബലൈസേഷൻ അഥവാ ആഗോളവൽക്കരണം വിദേശത്തുള്ള സ്ഥാപനങ്ങളുമായി സഹകരിക്കാനും വ്യത്യസ്ത പഠന രീതി മനസ്സിലാക്കാനും അവസരമൊരുക്കുന്നു. ഓൺലൈൻ ക്ലാസ്സിലൂടെയോ വിദ്യാർത്ഥി വിനിമയ പരിപാടികളിലൂടെയോ വിദ്യാർത്ഥികൾക്ക് ആഗോളതലത്തിൽ അറിവ് നേടാൻ കഴിയും. താങ്ക് യു, മിസ്. ഓക്കെ, ആക്ച്വലി ടൈം കീപ്പ് ചെയ്തു. എനിക്കിവിടെ ബിഫോർ ടൈം തന്നെ പറയാം അല്ലെ.
ഗ്ലോബലൈസേഷൻ ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടൊരു വാക്കുണ്ട്. അതായത് ഡോക്ടർ മോണ്ടിസോറിയായിട്ട് കണക്ട് ചെയ്ത് പറയുവാണെങ്കിൽ കുട്ടികളെ ജസ്റ്റ് ആ ഒരു അവരെ പ്രിപ്പയർ ചെയ്യണം ടു ലീവ് ആ സിറ്റിസൺസ് ഓഫ് ദ വേൾഡ്, നോട്ട് ജസ്റ്റ് സിറ്റിസൺസ് ഓഫ് വൺ കൺട്രി. ഗ്ലോബലൈസ്, അതായത് ഒറ്റ നമ്മളിപ്പോ നമ്മുടെ രാജ്യം ഇന്ത്യയാണ്. ആ ഞാനൊരു ഇന്ത്യൻ പൗരൻ എന്നതിനേക്കാൾ ഈ ലോകത്തിലെ ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ, അതല്ല ലോകത്തിലെ ഒരു ഭാഗമാണ് ഞാൻ എന്നുള്ള രീതിയിൽ തന്നെ ജീവിക്കാൻ. അതായത് എന്റെ കൺട്രി സേഫ് ആണല്ലോ, മറ്റിടത്തൊക്കെ എന്തെങ്കിലും സപ്പോർട്ട്, ആ രീതിയിലുള്ള തോട്ടല്ല അല്ലെ. അതും ഗ്ലോബലൈസേഷനിൽ വരണമെന്നാണ് പറയുന്നത്. അപ്പൊ പല രീതിയിലുള്ള ഗ്ലോബലൈസേഷൻ നമുക്കറിയാം. എക്കണോമിക് ഗ്ലോബലൈസേഷൻ ഉണ്ട്, കൾച്ചറൽ ഗ്ലോബലൈസേഷൻ ഉണ്ട്, സോഷ്യൽ ഗ്ലോബലൈസേഷൻ ഉണ്ട് അല്ലെ. പലപ്പോഴും ഇതിനകത്ത് നമ്മൾ എഡ്യൂക്കേഷന്റെ കേസ് പറയുമ്പോൾ കുട്ടികൾ പുറത്തു പോയി പഠിക്കുന്നു. ഈവൻ നമ്മൾ വീടിനകത്ത് നിന്ന് തന്നെ ഇരുന്ന പുറത്തുള്ള യൂണിവേഴ്സിറ്റിയുടെ കോഴ്സ് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും ഓൺലൈനായിട്ട്. അതും ഒരു ഗ്ലോബലൈസേഷന്റെ ഭാഗമായിട്ട് തന്നെയാണ്. പിന്നെ അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് വേൾഡില് എല്ലാ ഇടത്തും നല്ലൊരു എഡ്യൂക്കേഷൻ നടക്കണം എന്നതിന്റെ ഭാഗമായിട്ടാണ് യൂണിവേഴ്സിറ്റീസ് 21 ഉണ്ടായത്. നല്ല രീതിയിൽ നല്ല സ്റ്റാൻഡേർഡൈസ്ഡ് ആക്കണം പ്രോഗ്രാംസ്. നിങ്ങൾ കണ്ടിട്ടില്ലേ ഈ ഫോറിൻ കൺട്രീസ് എന്നൊക്കെ ആൾക്കാര് ചില സ്കൂൾ വിസിറ്റ് ചെയ്യാൻ വരുന്നത്, ചില കോളേജ് വിസിറ്റ് ചെയ്യാൻ വരുന്നത്, അതൊക്കെ ഗ്ലോബലൈസേഷൻ ഇൻ എഡ്യൂക്കേഷൻ അതിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. ഓക്കെ, ഇതൊക്കെ എനിവേ ഐശ്വര്യ നല്ല പോലെ പ്രിപ്പയർ ചെയ്തിരുന്നു. അത് നല്ല രീതിയിൽ തന്നെ പ്രസന്റ് ചെയ്യാനായിട്ട് ഐശ്വര്യ ഫുൾ എഫേർട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. വെരി ഗുഡ്. ഐശ്വര്യക്ക് ഇനി റിലാക്സ് ചെയ്യാം, ലൈവ് കഴിഞ്ഞല്ലോ. 21st വൈവ് എടുക്കുന്ന ഐശ്വര്യാണോ? അതെ മിസ്, മിസ്സിന്റെ ക്ലാസ് ഫസ്റ്റിനെയാണ്. അല്ല, എടുത്തിട്ടുണ്ട്. കുറെ പേര് വേറെ അശ്വതി മിസ്സിന്റെ ഒക്കെ എടുത്തിട്ടുണ്ട്. ഒരു സെമിനാർ എടുത്താൽ മതി കേട്ടോ. ഏതെങ്കിലും ടീച്ചേഴ്സിൽ, എല്ലാ ടീച്ചേഴ്സിന്റെ ക്ലാസ്സിൽ സെമിനാറിന്റെ ആവശ്യമില്ല. നമ്മൾ ഓൾറെഡി നമ്മുടെ കോഴ്സ് സെമിനാർ മാർക്കിലേക്ക് പോകുന്നത്, നിങ്ങളുടെ മാർക്ക് ലിസ്റ്റ് വരുന്ന മാർക്കാണ് പ്രസന്റ് ചെയ്ത സെമിനാർ. ഓക്കെ, സെമിനാർ ഒക്കെ എടുക്കുമ്പോൾ വീഡിയോ ഓൺ ആയാൽ അത്രയും നല്ലതാണ്. അതാണ് അതിന്റെ ഒരു രീതി. പിന്നെ അതിലൊന്നും നമ്മൾ നിർബന്ധമൊന്നും പറയുന്നൊന്നുമില്ല, നിങ്ങളുടെ കംഫർട്ടബിൾ തന്നെ. പക്ഷെ വൈവയ്ക്ക് വീഡിയോ ഓൺ ചെയ്യണം, നിർബന്ധമാണ്. ഓക്കെ ഫൈൻ. പിന്നെ ഐശ്വര്യ ടോപ്പിക് നല്ല രീതിയിൽ തന്നെ എഴുതി ഒരു റിപ്പോർട്ടും പ്രിപ്പയർ ചെയ്ത് വെക്കണം കേട്ടോ. കാരണം എന്തെങ്കിലും സെമിനാർ ഇതാണ് എടുത്തതെന്ന് പറയുമ്പോൾ എന്താ എടുത്തതെന്ന് ചോദിച്ചാൽ നമുക്കൊരു എവിഡൻസ് ആണ് റിപ്പോർട്ട്. വീക്കാണെന്നൊക്കെ വിചാരിക്കും, വെറുതെ മാർക്ക് കിട്ടിയെന്നൊക്കെ വിചാരിക്കും. ഓക്കെ, ഐശ്വര്യയുടെ ഫുൾ നെയിം പറയാമോ? ഐശ്വര്യ കേശിബു. ഐശ്വര്യ കേശിബു. ഓക്കെ ഫൈൻ. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഞാൻ നിങ്ങൾക്ക് ക്ലാസ് വെച്ചിട്ടുണ്ടല്ലോ അല്ലെ? 7 മിനിറ്റ്. ഓക്കെ then. അപ്പൊ താങ്ക് യു സോ മച്ച്. ക്വാളിറ്റി ഓഫ് ഫാക്കൽറ്റി നെക്സ്റ്റ് ക്ലാസ്സിൽ. Thank you, ma'am. Thank you, ma'am. Thank you, ma'am. Thank you.